ഇന്ന് നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തെങ്ങിലെ വളപ്രയോഗം എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇത് കേരളത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു വളപ്രയോഗ രീതികളാണ് പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് കേരളത്തിനനുസരിച്ചുള്ള ഒരു കൃഷി രീതിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നത് തെങ്ങിൻ്റെ വേരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തെങ്ങിന് വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ തെങ്ങിന് വളം പ്രയോഗിക്കാറുണ്ട്. അതേപോലെ നമ്മൾ എന്താ പറയുക, ഈ വളപ്രയോഗം ചെയ്യുന്ന സ്ഥലം പലപ്പോഴും, അതായത് തെങ്ങിൻ്റെ എത്ര അകലെ വളപ്രയോഗം ചെയ്യണം, അടുപ്പിച്ചാണോ ചെയ്യേണ്ടത്, എത്ര അകലം വരെ കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അപ്പം അതിന് വേരിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇത് പ്രധാനമായിട്ടും തെങ്ങിന് 3 ടൈപ്പ് വേരുകൾ, 3 ഫംഗ്ഷനാണ് വേരുകൾക്കുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് വേരുകൾ എന്ന് പറയുന്നത് തെങ്ങിൽ നിന്ന് ഏകദേശം 1 മീറ്ററോളം ദൂരം സഞ്ചരിക്കുന്ന ആങ്കറിംഗ് റൂട്ട്സ് എന്ന് പറയുന്ന പ്രത്യേക വേരുകളാണ്. ഈ ആങ്കറിംഗ് റൂട്ട്സിന്റെ ജോലി ഈ തെങ്ങ് മറിയാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ജോലി ആയിട്ട് പറയുന്നത്. അതായത് നമുക്കറിയാം, തെങ്ങ് വളരെ വെയിറ്റുള്ളൊരു മരമാണ്. കാരണം അതിന് മുകളിൽ അത്രയും ഓലകളും തേങ്ങ എല്ലാം കൂടെ വെച്ച് നല്ല വെയിറ്റ് ഉണ്ടാവും. ഇത്രയും വെയിറ്റിനെ താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു സിസ്റ്റം വേണം ഈ തെങ്ങിനെപ്പോഴും. അത് ആണ് ഈ ആങ്കറിംഗ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ 1 മീറ്റർ ചുറ്റളവിലൊക്കെ വളപ്രയോഗം ചെയ്യാറുണ്ട്. പല ആളുകളും ചെറിയ തട ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് വളം പ്രയോഗിക്കാറുള്ളത്. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ മിക്കവാറും ഈ ആങ്കറിംഗ് റൂട്ട്സിന്റെ മുകളിലാണ് നമ്മൾ വളപ്രയോഗം നടത്തുന്നത്. അതേപോലെ ഏകദേശം 1 മീറ്റർ കഴിഞ്ഞ് വരുന്ന ഏകദേശം 1.5 മുതൽ 1.8 മീറ്റർ വരെ വരുന്ന ഒരു പ്രത്യേക പൊസിഷനിലുള്ള വേരുകൾക്ക് എയർ ബ്രീത്തിങ് റൂട്ട്സ് എന്ന് പറയാം. അത് ശരിക്കും വളം വലിച്ചെടുക്കുന്ന വേരുകളുടെ ഒരു ഭാഗം തന്നെയാണ്. എന്നാലും ആ ഭാഗത്താണ് എയർ വലിച്ചെടുക്കാനുള്ള, അതായത് പ്രത്യേകിച്ച് മണ്ണിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള പ്രത്യേക വേരുകളാണ് അത്തരം വേരുകളുള്ളത്. അതിന് എയർ ബ്രീത്തിങ് റൂട്ട്സ് എന്നാണ് പറയാം. ഈ എയർ ബ്രീത്തിങ് റൂട്ട്സിന്റെ പ്രത്യേകത, നമുക്ക് ഒരു കാരണവശാലും അവിടെ വെള്ളം കെട്ടി നിൽക്കാനോ മണ്ണ് അവിടെ ഉറച്ചു പോകാനോ പാടില്ല. കാരണം എപ്പോഴും തെങ്ങിന് യഥേഷ്ടം ഓക്സിജൻ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ തെങ്ങിന് നല്ല വിളവ് കിട്ടാൻ സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞുള്ള സ്ഥലത്താണ്, അതായത് 1.5 മുതൽ അല്ലെങ്കിൽ 1.8 മുതൽ, തെങ്ങിന്റെ വണ്ണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വണ്ണമുള്ള തെങ്ങുകൾക്ക് 1.8 മുതലായിരിക്കാം ഈ വളം വലിച്ചെടുക്കുന്ന വേരുകൾ തുടങ്ങുന്നത്. അതായത് വണ്ണം കുറഞ്ഞ തെങ്ങുകളാണെങ്കിൽ 1.5 മീറ്റർ മുതലായിരിക്കും വളം വലിച്ചെടുക്കുന്ന വേരുകൾ തുടങ്ങാം. അപ്പോൾ നമുക്ക് എപ്പോഴും വളപ്രയോഗം ചെയ്യേണ്ടത് ആ ഒരു ഭാഗങ്ങളിലാണ് വളപ്രയോഗം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കാണുന്നത് തെങ്ങിൻ്റെ ഒരു വേരുപടലാണ്. തെങ്ങിന് ഏകദേശം 1.5 ലക്ഷത്തോളം വേരുകൾ വരെ ഉണ്ടാവാം. അത് മണ്ണിന്റെ ഘടനക്കനുസരിച്ചും തെങ്ങിന്റെ ഇനത്തിനനുസരിച്ചും തെങ്ങ് നിൽക്കുന്ന ആ പ്രത്യേക ചുറ്റുപാടിനനുസരിച്ചൊക്കെ വേരുകളുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരാം. ഏതായാലും ഇത്രയും വേരുകൾ ഉണ്ടാവാം. നമുക്ക് ഓരോ തെങ്ങിന്റെ റൂട്ട് സിസ്റ്റത്തെ കുറിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ആണ്. നമുക്ക് ഇതാണ് ഒരു വളം വലിച്ചെടുക്കുന്ന വേരെന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് കാണാം, സാധാരണ ചെടികളുടെ വേര് പോലെ അല്ല തെങ്ങിന്റെ വേരുകൾ. അതായത് തെങ്ങുകളുടെ വേരുകൾ ബ്രാഞ്ചായിട്ട് പോകാറില്ല. ഒരൊറ്റ വേര്, എല്ലാ വേരും തുടങ്ങുന്നത് തെങ്ങിന്റെ ബേസിൽ നിന്നാണ്. അതായത് തെങ്ങിന്റെ തടിയിൽ നിന്നാണ് ഓരോ വേരും തുടങ്ങുന്നത്. അത് നിശ്ചിത അകലം വരെ സഞ്ചരിക്കും. അതിന് എന്ത് ജോലിയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ജോലി വരെയുള്ള അത്രയും ദൂരം അത് സഞ്ചരിച്ചാണ് അതിന്റെ ജോലികൾ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്കറിയാം, പല ഭാഗങ്ങളിലും തെങ്ങിന് ചെറിയ ചെറിയ ഓരോ പ്രൊട്രൂബൻസ്, അതായത് ചെറിയ ഒരു അടയാളങ്ങൾ കാണാം. ഇതാണ് വൈറ്റ് എയർ ബ്രീത്തിങ് റൂട്ട്സ് എന്ന് പറയുന്നത്. മെയിൻ വേരിൽ തന്നെയാണ് അത് ഉണ്ടാവുക. അതല്ലാതെ കുറച്ച് ലാറ്ററൽ റൂട്ട്സ്, ചെറിയ റൂട്ട് ഹെയർസ് പോലെ നമുക്ക് ലാറ്ററൽ റൂട്ട്സും കാണാൻ പറ്റും. ഒരു മെയിൻ റൂട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഗ്രോയിങ് പോയിന്റും അവിടെ ഒരു റൂട്ട് ക്യാപ്പും ഉണ്ടാവും. ഈ റൂട്ട് ക്യാപ്പ് കഴിഞ്ഞ് അതിന്റെ ബാക്കിലാണ് നമ്മൾ അബ്സോർബിങ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള ഭാഗങ്ങൾ ഈ റൂട്ട് ക്യാപ്പിന്റെ തൊട്ട് ബാക്കിലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് ഈ ഭാഗങ്ങളിലായിരിക്കണം. ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ തെങ്ങിൽ നിന്ന് 1.5 മീറ്ററോ അല്ലെങ്കിൽ 1.8 മീറ്ററോ അകലത്തിലായിരിക്കും ഇത്തരം വേരുകൾ ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ വളം പ്രയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളം പ്രയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തെങ്ങിന്റെ ചുവട് ഭാഗത്ത് നമ്മൾ കാര്യമായിട്ട് കൊത്തിക്കളക്കുകയോ ഒന്നും ചെയ്യാതെ തെങ്ങിൽ നിന്ന് ഈ പറഞ്ഞ അകലത്തിൽ, അതായത് 1.8 അല്ലെങ്കിൽ 1.5 മീറ്ററോ കഴിഞ്ഞുള്ള ഭാഗത്ത് 1 അടി വീതിയിൽ ഒരു ചാല് മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. തെങ്ങിന്റെ ചുവട് ഭാഗം എപ്പോഴും അല്പം ഉയർന്നു നിൽക്കണം. നമ്മുടെ തടത്തിനേക്കാൾ അല്പം ഉയർന്നു നിൽക്കണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മഴക്കാലത്ത് യാതൊരു കാരണവശാലും നമുക്ക് ഈ തെങ്ങിൻ്റെ എയർ ബ്രീത്തിങ് റൂട്ട്സിൻ്റെ അവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. അതിനാണ് നമുക്ക് ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലേക്ക് നമുക്ക് തെങ്ങിൻ്റെ തടം അല്പം താഴ്ന്നിരിക്കുന്നതാണ്, ചുവടിനേക്കാൾ അല്പം താഴ്ന്നിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ തെങ്ങിൻ്റെ ചുവടുള്ള ഭാഗത്ത് എയർ ബ്രീത്തിങ് റൂട്ട്സ് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ തെങ്ങിൻ്റെ മടൽ ഓല പോലെയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പൊതയായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ തറഞ്ഞു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഉറച്ചു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു പൊത പോലെ ഇട്ട് കൊടുക്കുന്നത്. അത് തെങ്ങിന് നല്ല രീതിയിൽ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇതുപോലെയാണ് നമ്മൾ വളപ്രയോഗം ചെയ്യാറുള്ളത്. ഇതുപോലെ ഓലയും അത് മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്തായാലും തെങ്ങിൻ്റെ നേരെ ചുവട്ടിലുള്ള കളകൾ അഥവാ ആവശ്യമില്ലാത്ത ചെടികളെ നമുക്ക് ചെത്തി കളയുന്നത് നല്ലതാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും തെങ്ങിൻ്റെ വളപ്രയോഗത്തിൽ പറയുമ്പോൾ ഓരോ ചെടികൾക്കും ധാരാളം ന്യൂട്രിയൻസ് ആവശ്യം, പലതരം മൂലകങ്ങൾ വേണം. ഏത് ചെടിയാണ് ഇത്, തെങ്ങിനെ മാത്രമല്ല മറ്റു മൂലകങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കും, എല്ലാ ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും ഒരുപാട് മൂലകങ്ങൾ ആവശ്യമാണ്. അതിൽ സാധാരണ 16 മുതൽ 17 മൂലകങ്ങളൊക്കെയാണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഏത് ചെടികൾക്കും തെങ്ങാണെങ്കിലും മാവാണെങ്കിലും നെല്ലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കാർബൺ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾ പുറത്തുവിടുന്ന, അതേപോലെ തന്നെ മണ്ണിൽ നിന്നും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ചെടികൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള കാർബണാണ് ഒരു ഉൽപ്പന്നമായിട്ട് മാറുന്നതും അതേപോലെ ചെടികളുടെ ശരീരം ഉണ്ടാക്കുന്നതും ഒക്കെ ഈ കാർബൺ ഉപയോഗിച്ചിട്ടാണ്. കാർബൺ മാത്രമല്ല മറ്റു മൂലകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ കൂടെ ചേരും. ഉദാഹരണത്തിന് നമ്മളൊരു അരി കാർബോഹൈഡ്രേറ്റ് ആണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതേപോലെ ഒരു ഫ്രൂട്ട്, നമുക്ക് കാര്യമായിട്ട് ഫ്രൂട്ടിലുള്ളത് ഷുഗറുകളാണ്. ഷുഗർ എന്ന് പറഞ്ഞാലും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ 3 മൂലകങ്ങളാണ് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. പക്ഷെ നമുക്കൊരിക്കലും കരി ആയിട്ട് നമുക്ക് ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് അന്തരീക്ഷത്തിൽ നിന്ന് ചെടികൾ സ്റ്റൊമാറ്റോ വഴി, അതായത് ഇലകളുള്ള ചെറിയ സുഷിരങ്ങൾ വഴി വലിച്ചെടുക്കുകയും അതുപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒരു ഉൽപ്പന്നമാക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ചെടികൾക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്. കാരണം പല എൻസൈമുകൾ ഉണ്ടാക്കണം, പല കോഫാക്ടറുകൾ ഉണ്ടാക്കണം, ഹോർമോണുകൾ വേണം, അതേപോലെ പല സ്ട്രക്ചറുകൾ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് ക്ലോറോഫിൽ പോലുള്ള പുതിയ കോശങ്ങൾ ഉണ്ടാക്കണം. ഇതിനൊക്കെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലുള്ള NPK വളങ്ങളും കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ പോലുള്ള സെക്കൻഡറി ന്യൂട്രിയൻസും അയൺ, മാംഗനീസ്, ബോറോൺ, മോളിബ്ഡിനം, കോപ്പർ, സിങ്ക്, ക്ലോറിൻ പോലുള്ള മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് ചെടിക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മൂലകം കുറഞ്ഞാൽ പോലും നമ്മുടെ വിളവിൽ സാരമായ കുറവ് ഉണ്ടാവും. കാരണം ഈ ഓരോ മൂലകത്തിനും ഓരോ പ്രത്യേക ജോലികൾ ചെയ്യാനുണ്ട്. ആ ജോലി ചെയ്യാൻ അവിടെ ആ മൂലകം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ പ്രവൃത്തി ചെടികളിൽ പതുക്കെയാവുകയോ അല്ലെങ്കിൽ നടക്കാതെ പോവുകയോ ചെയ്യും. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ പോലുള്ള ഈ മൂലകങ്ങൾ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കാറില്ല. കാർബൺ ഞാൻ നേരത്തെ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. ഹൈഡ്രജനും ഓക്സിജനും സാധാരണഗതിയിൽ വെള്ളത്തിന്റെ ഹൈഡ്രോളിസിസ് എന്ന പ്രോസസ്സ് വഴി വെള്ളത്തിൽ നിന്നാണ് അത് വലിച്ചെടുക്കുന്നത്. ചില ചെടികളെങ്കിലും മിക്കവാറും എല്ലാ ചെടികളും തന്നെ വേര് വഴി ഓക്സിജൻ വലിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വെള്ളം കെട്ടി നിന്നാൽ ചെടികൾ ചീഞ്ഞു പോകുന്ന സന്ദർഭം ഉണ്ടാവാറുള്ളത്. കാരണം ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെടികൾ ചീഞ്ഞു പോയി അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനും വെള്ളത്തിലൂടെയാണ് ലഭിക്കുന്നത്. പിന്നീട് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കാറുള്ളതും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതുമായിട്ടുള്ള നൈട്രജൻ എന്ന മൂലകമാണ് പിന്നെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നമുക്ക് നോക്കിയറിയാം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകം അല്ലെങ്കിൽ വായുവിൽ എയറിലുള്ള ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ്. പക്ഷേ ചെടികൾക്ക് നേരിട്ട് നൈട്രജൻ അന്തരീക്ഷത്തിന് വലിച്ചെടുത്ത് ഉപയോഗിക്കാനുള്ള കഴിവില്ല. ഇത് അമോണിയ രീതിയിലോ നൈട്രേറ്റ് രീതിയിലോ കൺവേർട്ട് ചെയ്താൽ മാത്രമേ ചെടികൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നൈട്രജൻ ഭൂമിയിലേക്ക് വരാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ മണ്ണിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ബാക്ടീരിയകളുമുണ്ട്. അതേപോലെ ചില പ്രത്യേക ചെടികളുടെ വേരിൽ ജീവിക്കുന്ന ബാക്ടീരിയകളുമുണ്ട്. ഉദാഹരണത്തിന് പയറുവർഗ്ഗ ചെടികളിൽ ജീവിക്കുന്ന റൈസോബിയം ബാക്ടീരിയകൾ. ഈ ബാക്ടീരിയകൾ പയറുവർഗ്ഗ ചെടിയുടെ വേരിൽ ഇരുന്നു കൊണ്ട് അന്തരീക്ഷത്തിൽ നൈട്രജനെ വലിച്ചെടുത്ത് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു രീതിയിലാണ്.
അതേപോലെ മണ്ണിൽ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന അസറ്റോബാക്ടർ പോലുള്ള ബാക്ടീരിയകളുമുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ ഒരു ചെടിയുടെ കൂടെ നിൽക്കണമെന്നില്ല, അവർക്ക് സ്വതന്ത്രമായിട്ട് മണ്ണിൽ നിൽക്കാൻ സാധിക്കും. ഇത് കൂടാതെ നല്ല ഇടിമിന്നലുള്ള സമയത്ത് ധാരാളം നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്ന് മഴവെള്ളമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നൈട്രജൻ പല രീതിയിൽ ചെടികൾക്ക് പ്രകൃതിയാൽ തന്നെ കിട്ടാം. അതല്ലെങ്കിൽ നമ്മൾ വളമായിട്ടും ജൈവവളമായിട്ടും രാസവളമായിട്ടും ഒക്കെ നൈട്രജൻ കൊടുക്കാറുണ്ട്. ഇതേപോലെ മറ്റൊരു മൂലകമാണ് ഫോസ്ഫറസ് എന്ന മൂലകം. ഫോസ്ഫറസ് പൊതുവെ നമ്മുടെ മണ്ണിൽ അത്യാവശ്യം ഉള്ള മൂലകം തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഫോസ്ഫറസ് മണ്ണിൽ ഫിക്സ് ചെയ്ത് പോകാന്ന് പറയുന്നത് ചെടികൾക്ക് കിട്ടാത്ത രീതിയിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നീടുള്ള മൂലകമാണ് പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം. പൊട്ടാസ്യം എല്ലാ ചെടികൾക്കും വളരെ അത്യാവശ്യമുള്ള മൂലകമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ പൊട്ടാഷ്യം മണ്ണിൽ രൂപപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടാഷ്യം വളങ്ങൾ ധാരാളം വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഇതിന് ഓരോ മൂലകങ്ങളെ കുറിച്ചും ഇനി ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ സാധാരണ വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. മറ്റു വസ്തുക്കൾ ഹൈഡ്രജൻ മുതലുള്ള മറ്റു മൂലകങ്ങൾ നമുക്ക് മണ്ണിൽ നിന്ന്, മണ്ണിലെ ജൈവ വസ്തുക്കളിൽ നിന്നും അതുപോലെ മണ്ണിലെ ധാതുക്കളിൽ നിന്നും ആണ് സാധാരണഗതിയിൽ പ്രകൃതിയ ചെടികൾക്ക് കിട്ടുന്നത്. ഇനി കേരളത്തിലെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മണ്ണിൽ കൂടിയ അളവിൽ ഇരുമ്പും മാംഗനീസും ഉണ്ട്. അതേപോലെ തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ സൾഫറിന്റെ കുറവ് നമുക്ക് കാണാറുണ്ട്. കാൽഷ്യം, മെഗ്നീഷ്യം എന്നിവ പൊതുവെ നമ്മൾ കേരളത്തിൽ വളരെ കുറവാണ്. പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കാൽഷ്യം, മെഗ്നീഷ്യം പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളായതുകൊണ്ട് മണ്ണിൽ നിന്ന് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടും. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം, അതായത് ചരിവുള്ള പ്രദേശങ്ങൾ, അതുപോലെ കൂടിയ തോതിലുള്ള മഴ, ഇതൊക്കെയാണ് ഈ കാൽഷ്യം, മെഗ്നീഷ്യം കുറയാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. ഇരുമ്പ്, മാംഗനീസിന് ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ കൂടുതലാണ്. വിഷാവസ്ഥയിൽ വരെ ഇരിക്കുന്ന ഒരു ടോക്സിക് ലെവലിൽ വരെ നമുക്ക് ഇരുമ്പും മാംഗനീസും നമ്മുടെ മണ്ണിൽ ഉണ്ട്. ഇത് ഓരോ മൂലകങ്ങളും മണ്ണിൽ സഞ്ചരിക്കുന്ന മൂലകങ്ങളുണ്ട്, സഞ്ചരിക്കാത്ത മൂലകങ്ങളുണ്ട്. ഇപ്പൊ നൈട്രജൻ ആണെങ്കിൽ സഞ്ചരിക്കുന്ന മൂലകമാണ്, മണ്ണിലും സഞ്ചരിക്കും, അതുപോലെ ചെടികളിലും സഞ്ചരിക്കും. ഈ ഒരു ടേബിൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ മൂലകങ്ങളും സഞ്ചരിക്കുന്നതിനനുസരിച്ച്, പ്രത്യേകിച്ച് ചെടികൾ സഞ്ചരിക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഏത് ഇലകളിലാണ് അല്ലെങ്കിൽ ചെടിയുടെ ഏത് ഭാഗത്താണ് അതിന്റെ കുറവിന്റെ ലക്ഷണം കാണിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മൂലകങ്ങളുടെ സഞ്ചാര രീതിയെക്കുറിച്ചുള്ള ഒരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ മണ്ണിൽ സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാത്ത മൂലകങ്ങളുണ്ട്. അപ്പോൾ സഞ്ചരിക്കാത്ത മൂലകങ്ങൾ നമുക്ക് വേരിന്റെ അടുത്ത് തന്നെ ഇട്ട് കൊടുത്താലേ അത് ചെടികൾക്ക് കിട്ടുള്ളൂ. എന്നാൽ സഞ്ചരിക്കുന്ന മൂലകങ്ങൾ നമുക്ക് വേരിൽ നിന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും നമുക്കതുകൊണ്ട് കുഴപ്പം വരില്ല, അത് ചെടികളിലേക്ക് പതുക്കെ എത്തിക്കോളും. അപ്പോൾ അതിനനുസരിച്ചാണ് സഞ്ചരിക്കുന്ന മൂലകങ്ങളും സഞ്ചരിക്കാത്ത മൂലകങ്ങളും നമ്മൾ ഇങ്ങനെ രണ്ട് വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു ടേബിൾ വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു വെച്ചതാണെങ്കിൽ നമ്മുടെ ഈ ഓരോ മൂലകങ്ങളുടെ കുറവ് ഏത് ഇലകളിലാണോ കാണിക്കുക എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാവും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, മോളിബ്ഡിനം പോലുള്ള മൂലകങ്ങൾ ഇലകളിൽ സഞ്ചരിക്കുന്ന മൂലകങ്ങളായതുകൊണ്ട് തന്നെ അതിന്റെ കുറവ് താഴെയുള്ള ലീഫുകളായിരിക്കും, ഇലകളിലായിരിക്കും കാണിക്കുക. കാരണം ചെടികൾക്ക് ഏറ്റവും കൂടുതൽ മൂലകങ്ങൾ എപ്പോഴും ആവശ്യമുള്ളത് വളരുന്ന പോയിന്റുകളിലാണ്. അപ്പോൾ വളരുന്ന പോയിന്റുകളിൽ മൂലകങ്ങളുടെ കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഇലകൾ അല്ലെങ്കിൽ ഓൾഡർ ലീഫിൽ നിന്നുള്ള മൂലകങ്ങൾ വളരുന്ന ഭാഗത്തേക്ക് സഞ്ചരിക്കും. അങ്ങനെ വരുമ്പോൾ അതിന്റെ കുറവ് നമുക്ക് താഴെയുള്ള ഇലകളിൽ കാണിക്കും. മിഡിൽ ലീഫിൽ അല്ലെങ്കിൽ ഒരു നടുവിലെ ഇലകളിലൊക്കെയാണ് സാധാരണ സിങ്കിന്റെ കുറവ് കാണിക്കുക. കാരണം ചെറിയ രീതിയിലാണ് അത് ചെടികളിൽ സഞ്ചരിക്കുന്നുള്ളൂ. പുതിയ ലീഫിൽ കാണിക്കുന്നത്, അതായത് പുതിയ ഇലകളിൽ, അതായത് യങ്ങർ ലീഫിൽ കാണിക്കുന്നത് സൾഫർ, അതുപോലെ ഇരുമ്പ്, മാംഗനീസ്, കോപ്പറിന്റെ ഒക്കെ കുറവ് യങ്ങർ ലീഫിലാണ് കാണിക്കുക. ഇനി ഒട്ടും തന്നെ സഞ്ചരിക്കാത്ത മൂലകങ്ങളാണ് കാൽഷ്യം, ബോറോൺ. അതുകൊണ്ട് തന്നെ കാൽഷ്യത്തിന്റെയും ബോറോണിന്റെയും കുറവ് നമുക്ക് ടെർമിനൽ ബഡ്, അതായത് വളരുന്ന ആ ഗ്രോയിങ് ടിപ്പിലായിരിക്കും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. കാർബൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെടിയുടെ ശരീരം ഉണ്ടാക്കാൻ നമുക്ക് വളരെ ആവശ്യമുള്ളതാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ, പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ, ലിപ്പിഡ്സ് ഉണ്ടാക്കാൻ, ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടാക്കാനൊക്കെ കാർബൺ വളരെ അത്യാവശ്യമാണ്. കാർബണിന്റെ കുറവ് നമുക്ക് ചെടികളിൽ കാണാൻ സാധിക്കാത്തത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ വലിച്ചെടുക്കും എന്നുള്ളത് കൊണ്ടാണ്. ഓക്സിജൻ മിക്കവാറും എല്ലാ ജോലികൾക്കും, ഒരു ലിവിങ് ഓർഗാനിസം, ഒരു ജീവിക്കുന്ന ഒരു ജീവിയിൽ നടക്കുന്ന മിക്കവാറും എല്ലാ ജോലികൾക്കും നമുക്ക് ഈ എന്താ പറയാ ഓക്സിജൻ വേണം. കാരണം കാർബൺ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ഓക്സിജന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുപോലെ ഹൈഡ്രജൻ ചെടികളുടെ എല്ലാ മെറ്റാബോളിസം റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു കീ എലമെന്റ് ആണ്. എല്ലായിടത്തും അതിന്റെ ആവശ്യമുണ്ട്. അതുപോലെ ചെടികളുടെ അകത്ത് അയോണിക് ബാലൻസ്, അതായത് നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസിൻ്റെയൊക്കെ ഒരു ബാലൻസ് നിലനിർത്താനും നമുക്ക് ഹൈഡ്രജൻ ആവശ്യമാണ്. പിന്നെ അതുപോലെ കോശങ്ങളുടെ എനർജി ലെവൽ റിലേഷൻസ്, ഓരോ കോശങ്ങളുടെ എനർജി ലെവലൊക്കെ തീരുമാനിക്കാനൊക്കെ നമുക്ക് ഹൈഡ്രജന്റെ ആവശ്യമുണ്ട്. ഇനി നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഇപ്പം നൈട്രജൻ നിങ്ങൾക്കറിയാം, നമ്മൾ യൂറിയ ആയിട്ടും ഫാക്ടംബോസ് ആയിട്ടും മിക്സറുകളായിട്ടും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് ഏത് വളങ്ങൾ നോക്കിയാലും നൈട്രജനുള്ള വളങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. നൈട്രജൻ കുറവ് മറ്റു വളങ്ങളിൽ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഫോസ്ഫറസ് വളങ്ങൾ, പൊട്ടാഷ്യം വളങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് മിക്സർ ആണെങ്കിലും, മിക്സർ എടുത്താലും ഇതിൽ നൈട്രജൻ ഉണ്ടാവും. അതേപോലെ കോംപ്ലക്സ് വളങ്ങൾ എടുത്ത് നോക്കിയാലും നൈട്രജൻ ഉണ്ടാവും. അപ്പോൾ നൈട്രജൻ വളങ്ങളാണ് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട വളം. പക്ഷേ എപ്പോഴും നൈട്രജൻ വളങ്ങൾ കൂടുതൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് നൈട്രജന്റെ ആവശ്യങ്ങൾ അമിനോ ആസിഡുകൾ ഉണ്ടാക്കാൻ നൈട്രജൻ വേണം. ന്യൂക്ലിയോടൈഡുകൾ, ക്ലോറോഫിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകം തന്നെ നൈട്രജനാണ്. ക്ലോറോഫിൽ, അതുപോലെ മഗ്നീഷ്യം, ക്ലോറോഫിൽ, അതുപോലെ പച്ച നിറം കൊടുക്കാൻ, ഹരിതകണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ ചെടികളുടെ പെട്ടെന്നൊരു വളർച്ചയെ, അതുപോലെ ഇലകളുടെ വലുപ്പം, ഇതൊക്കെ കൂട്ടുന്നതിനൊക്കെ നമുക്ക് നൈട്രജൻ വളങ്ങൾ വളരെ ആവശ്യമാണ്. ഉദാഹരണം നിങ്ങൾക്കറിയാം, ഒരു ഫാക്ടംബോസോ യൂറിയയൊക്കെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വളർച്ച വളരെ പെട്ടെന്ന് കൂടുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അതുപോലെ പച്ചനിറം കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളം നൈട്രജൻ വളങ്ങളാണ്. കാരണം ഇട്ടുകൊടുത്താൽ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അനുഭവപ്പെടാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് നൈട്രജൻ വളങ്ങളോട് പൊതുവെ നമുക്ക് താല്പര്യം കൂടുതലാണ്. ഇനി ഇതിന്റെ കുറവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈട്രജന്റെ കുറവ് നമുക്ക് എപ്പോഴും ഓൾഡർ ലീഫ്, അല്ലെങ്കിൽ പഴയ ഇലകളിൽ, പ്രായം കൂടിയ ഇലകളിലാണ് അതിന്റെ കുറവ് കാണിക്കുക. ഇനി ഇതിന്റെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, നൈട്രജന്റെ കുറവ് നമുക്ക് ചെടികളിൽ വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രായമുള്ള ഇലകളിലായിരിക്കും അതിന്റെ ലക്ഷണം കാണിക്കുക. ഇപ്പൊ ഈ ഒരു തെങ്ങിന്റെ ഇലകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പ്രായമുള്ള ഇലകൾ മഞ്ഞ നിറമായിട്ട് മാറിയിട്ടുണ്ട്. നൈട്രജന്റെ കുറവ് കൊണ്ടുള്ള മഞ്ഞ നിറം എന്ന് പറഞ്ഞാൽ ഒരുതരം നല്ല മഞ്ഞ, ഒരു ഡൾ ഗ്രീൻ കളർ, അതായത് ഒരു പച്ചപ്പ് ഒന്ന് വിട്ടുപോയ ഒരു മഞ്ഞ നിറമായിരിക്കും. മഞ്ഞിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, പച്ചയിൽ നിന്ന് മഞ്ഞിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മഞ്ഞ നിറം. മാത്രമല്ല പ്രത്യേകിച്ച് കരിച്ചിലോ അതുപോലെ എന്താ പറയുക പുള്ളികളോ ഒന്നും ഇല്ലാതെ ഒരു ജനറൽ ആയിട്ടൊരു യെല്ലോ നിറം, അതായത് മൊത്തത്തിൽ ഒരു യെല്ലോയിഷ് നിറം കാണുന്നതാണ് നൈട്രജന്റെ കുറവെന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മൂലകമാണ്, അപ്പൊ തെങ്ങിന്റെ വളപ്രയോഗ സമയത്ത് ഞാൻ നൈട്രജൻ എത്ര വേണം, ഓരോ തെങ്ങിനും, ഓരോ ഇനം തെങ്ങിനും എത്രത്തോളം നൈട്രജൻ വളങ്ങൾ അഥവാ യൂറിയ രൂപത്തിൽ നമുക്ക് എത്ര നൈട്രജൻ കൊടുക്കണം എന്നുള്ളത് പിന്നീട് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട മൂലകമാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഫോസ്ഫറസ് മൂലകങ്ങൾ നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ ഉള്ള മാർഗങ്ങൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് റോക്ക് ഫോസ്ഫേറ്റ്, അതായത് മസൂരി ഫോസ്, അൾട്രാ ഫോസ്, രാജ് ഫോസ് പോലുള്ള സ്ട്രൈറ്റ് വളങ്ങളായിട്ട് നമുക്ക് കൊടുക്കാം. അതേപോലെ മിക്സറുകളും കോംപ്ലക്സ് വളങ്ങളിലും ഫോസ്ഫറസ് ഉണ്ട്. അതായത് ഫാക്ടം ഫോസിൽ 20% നമുക്ക് ഫോസ്ഫറസ് ഉണ്ട്. അതുപോലെ പല മിക്സറും 18 മിക്സറിലാണ് 18% ഫോസ്ഫറസ് ഉണ്ടാവും. 10-5-20 ഈ 5% ഫോസ്ഫറസ് ഉണ്ട്. ഇങ്ങനെ എപ്പോഴും ഒരു മിക്സറിന്റെ 3 സംഖ്യകളായിട്ട് പറയുമ്പോൾ രണ്ടാമതായിട്ട് പറയുന്ന ആ സംഖ്യയായിരിക്കും ഫോസ്ഫറസിനെ അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് മലയാളത്തിൽ ഭാവകം എന്നാണ് ഫോസ്ഫറസിന് പറയാം. നൈട്രജന് പറയുന്നത് പാക്യജനകം എന്നാണ്. പൊട്ടാഷ്യന് പറയുന്നത് ക്ഷാരം എന്നാണ് പറയാം. അപ്പോൾ ഫോസ്ഫറസിന്റെ ഇത് രണ്ടാമതായിട്ട്, മിക്സറിൽ രണ്ടാമതായിട്ടും കോംപ്ലക്സിലും രണ്ടാമതായിട്ട് പറയുന്ന ആ അളവാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഫോസ്ഫറസിന്റെ പ്രധാനപ്പെട്ട ജോലി നമുക്ക് എനർജി ട്രാൻസ്ഫറിനും അതുപോലെ എനർജി സ്റ്റോറേജിനും അതുപോലെ പ്രോട്ടീൻ മെറ്റാബോളിസത്തിനൊക്കെ സഹായിക്കുന്ന ഒരു മൂലകമാണ്. അപ്പോൾ നമുക്കറിയാം, സൂര്യനുള്ള ഊർജം വലിച്ചെടുത്തിട്ടാണ് ചെടികൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. സൂര്യൻ നിന്ന് ഊർജം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിളവ് കുറയും. അപ്പോൾ വിളവ് സൂര്യൻ നിന്ന് ഊർജം കിട്ടാതിരിക്കാനുള്ള സാഹചര്യം, ഉദാഹരണത്തിന് മറ്റൊരു ചെടിയുടെ നിഴലിൽ വളരുന്ന ഒരു ചെടിയാണെങ്കിൽ സൂര്യപ്രകാശം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും അതിന് വിളവ് കുറവായിരിക്കും. അതേപോലെ തന്നെ ഈ ചെടികൾ സൂര്യനിൽ നിന്നുള്ള ഊർജം വലിച്ചെടുക്കുന്നത് ADP ATP എന്ന് പറയുന്ന ഒരു ADP ATP ട്രാൻസ്ഫർ എന്ന് പറയും. അതായത് പ്രത്യേക കെമിക്കലാണ്. അഡ്നോസിൻ ഡൈഫോസ്ഫോറിക് ആസിഡ്, അഡ്നോസിൻ ട്രൈഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞ 2 കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ് ആണ് സൂര്യനിൽ നിന്നുള്ള ഊർജത്തെ വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ഈ കെമിക്കൽസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെടിയുടെ ആവശ്യത്തിന് ഫോസ്ഫറസ് വേണം. ഫോസ്ഫറസ് ഉപയോഗിച്ചിട്ടാണ് ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെടികളിൽ ഫോസ്ഫറസിന്റെ കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വെയിൽ കിട്ടാത്ത ചെടിയുടെ അവസ്ഥ എന്തായിരിക്കും, അതേ ലക്ഷണങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. നല്ല വെയിലത്തിരിക്കുന്ന ചെടി പോലും വെയിൽ കിട്ടാത്ത ചെടിയുടെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പ്രധാനമായിട്ടും
വേര് വളർച്ചയെ സഹായിക്കുന്നത് പ്രധാനമായിട്ട് ഫോസ്ഫറസ് ആണ്. ഞാൻ നേരത്തെ ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മണ്ണിൽ സഞ്ചരിക്കാത്ത മൂലകവും എന്നാൽ ചെടിയിൽ സഞ്ചരിക്കുന്ന മൂലകവുമാണ് ഫോസ്ഫറസ്. അതുപോലെ തന്നെ വേരുകളെ വളരാൻ സഹായിക്കും. അതായത് ഫോസ്ഫറസ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്തേക്ക് വേരുകൾ സഞ്ചരിച്ച് എത്തും. വേരുകൾ അങ്ങോട്ട് സഞ്ചരിക്കും, അല്ലാതെ ഫോസ്ഫറസ് വേരിലേക്ക് സഞ്ചരിക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫോസ്ഫറസ് ഇട്ട് കൊടുക്കുമ്പോൾ പറയാറുള്ളത് ഒന്നുകിൽ ബാൻഡ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്പോട്ട് അപ്ലിക്കേഷൻ എന്ന് പറയാം. സാധാരണ നൈട്രജനും പൊട്ടാഷ്യം ഇടുന്നത് പോലെ സ്പ്രെഡ് ചെയ്തിടാതെ, ബ്രോഡ്കാസ്റ്റ് ചെയ്തിടാതെ ഒരു പ്രത്യേക ഭാഗത്ത് കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ചെടിയുടെ ചുറ്റുമായിട്ട് വലിയൊരു നാരോ, ഒരു വീതി കുറഞ്ഞ ചാലിൽ നമുക്ക് ഇടുകയോ ചെയ്യാം. അല്ലാതെ സ്പ്രെഡ് ചെയ്തിടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് മിക്സ് ചെയ്തിടുമ്പോഴും മിക്സറുകൾ ഉപയോഗിക്കുമ്പോഴും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പരമാവധി അങ്ങനെ ശ്രമിക്കാം. അതുപോലെ ഫ്ലവർ ഉണ്ടാക്കാം. നേരത്തെ ഫ്ലവർ ചെയ്യാനും അതുപോലെ നേരത്തെ ഫ്രൂട്ട് സെറ്റ് ചെയ്യാനും റൈപ്പൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു മൂലകമാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് പൊതുവേ വേണ്ടത് നമുക്ക് ചെടികളുടെ വളർച്ചയുടെ തുടക്കഘട്ടം മുതലേ നമുക്ക് ഫോസ്ഫറസ് ആവശ്യമാണ്. സാധാരണ ഫോസ്ഫറസിന്റെ കുറവ് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിൽ ഇലകളിലായിരിക്കും അതിന്റെ കുറവ് കാണിക്കുക. ഇലകളുടെ സൈസ് ചെറുതായി പോവും. അതുപോലെ ഇറക്റ്റ് ലീവ്സ്, ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ ചെടികളിൽ നിന്നും സ്പ്രെഡ് ചെയ്യാതെ, അതായത് ഔട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ ചെടികളോട് ചേർന്ന് വളരുന്നത് പോലെ ആയിരിക്കും കാണുക. അതുപോലെ ഇലകൾക്ക് ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഉണ്ടാവും. ഒരു ഗ്രീനിഷ് റെഡ് ബ്രൗൺ പർപ്പിഷ് കളറൊക്കെ ചേർന്ന ഒരു കളറായിരിക്കും. അതായത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ പോലെ നമുക്ക് തോന്നിപ്പിക്കുമെങ്കിലും നമ്മൾ കുറച്ച് അടുത്ത് പോയി നോക്കി ലീഫിന്റെ അടിഭാഗത്തൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പർപ്പിൾ കലർന്ന നിറം അതിന്റെ ഇലകളിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ റെഡിഷ് നിറമായിരിക്കും, ഒരു ബ്രൗണിഷ് നിറമായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ അടിഭാഗത്ത് ഒരു ബ്രൗൺസി അപ്പിയറൻസ് ഈ ഇലയുടെ അടിഭാഗമൊക്കെ നോക്കുമ്പോൾ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ചില പച്ചക്കറിയുടെ ഇലകളൊക്കെ ഒരു വെൽവെറ്റി അപ്പിയറൻസ് ഒക്കെ കാണാറുണ്ട്. ഇലകൾ കുറച്ച് കട്ടി കൂടി വരുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഫോസ്ഫറസിന്റെ കുറവിന്റെ ഒരു ലക്ഷണം. നിങ്ങൾക്ക് ഇതിന്റെ ഇടതുഭാഗത്ത് കാണുന്ന ചിത്രം നോക്കിയാൽ കാണാം. ഒരു യെല്ലോയിങ് ഉണ്ട്, കൂട്ടത്തിലൊരു ബ്രൗണിഷ് നിറം അല്ലെങ്കിൽ ഒരു കോപ്പറി നിറമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ വലതുഭാഗത്ത് കാണുന്ന ചെടി നോക്കിയാൽ കാണാം. വെയിലില്ലാതെ വളരുന്ന ഒരു ചെടിയുടെ അതേ എഫക്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇലകളൊക്കെ തെങ്ങിനോട് ചേർന്ന് വളരുന്നു, അത് നീണ്ടു പോയിരിക്കുക. കാരണം വെയിലില്ലാതെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ചെടികൾക്ക് പൊതുവെ നീളം കൂടി പോകാൻ സാധ്യതയുണ്ട്, വണ്ണം കുറവായിരിക്കും, നീണ്ട് സ്ലെൻഡർ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതേ ലക്ഷണമാണ് ഫോസ്ഫറസിന്റെ കുറവുണ്ട് നമുക്ക് കാണാം. അപ്പോൾ ഫോസ്ഫറസ് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു റോക്ക് ഫോസ്ഫേറ്റ്, രാജ്ഫോസ്, മസൂരി ഫോസ്, അൾട്രാഫോസ് അല്ലെങ്കിൽ മിക്സറുകൾ, ഫാക്ടം ഫോസ് പോലുള്ളതിലൊക്കെ നമുക്ക് ഫോസ്ഫറസ് കിട്ടും. അതുപോലെ വാം എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉപയോഗിച്ച് നമുക്ക് മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ചെടുത്ത് ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രീതിയിലാക്കി മാറ്റാൻ വാം ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. നമുക്ക് പൊതുവെ കർഷകർക്ക് ചെടികൾക്ക് ഇട്ടുകൊടുക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരു വളം കൂടെയാണ് ഫോസ്ഫറസ് വളങ്ങളും അതേപോലെ പൊട്ടാസ്യം വളങ്ങളും. കാരണം ഇതിന്റെ രണ്ടിന്റെയും പ്രവൃത്തി നമുക്ക് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. കാരണം നൈട്രജൻ വളങ്ങൾ നമുക്ക് ഇട്ടുകൊടുത്താൽ അത് ചെയ്യുന്ന ആ പ്രവൃത്തികൾ, അതുകൊണ്ട് ചെടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ ഫോസ്ഫറസിന്റെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം ചെടികളുടെ എനർജി അബ്സോർബ് ചെയ്യുന്നതിന്റെ റേറ്റ് കൂടിയതൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. അത് പക്ഷെ വിളവ് വരുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ. കാരണം ഈ ചെടിയുടെ തുടക്കകാലത്ത് ഇട്ടുകൊടുത്ത ഒരു രാസവളത്തിന്റെ അല്ലെങ്കിൽ വളത്തിന്റെ റിസൾട്ട് നമുക്കറിയുന്നത് ചെടിയുടെ അവസാന കാലത്താണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും കർഷകർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ ബന്ധപ്പെടുത്താൻ സാധിക്കാറില്ല. കാരണം ഈ ഒരു വളത്തിന്റെ എഫക്റ്റാണ് അവിടെ കണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് പൊട്ടാസ്യത്തിന്റെ കാര്യം. നമുക്ക് ഇട്ടുകൊടുക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കാണാൻ സാധിക്കാത്തതും എന്നാൽ ചെടികൾക്ക് വിളവിൽ വളരെ സാരമായ മാറ്റം വരുത്താൻ സാധിക്കുന്നതുമായ ഒരു മൂലകമാണ് പൊട്ടാസ്യം. ഇതിന്റെ പ്രധാനപ്പെട്ട ജോലികളൊന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പലതരം എൻസൈമുകളുടെ പ്രവർത്തനം നടക്കുന്നത് പൊട്ടാസ്യത്തിന്റെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ പൊട്ടാസ്യം ഉപയോഗിച്ചിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുമാണ്. അതേപോലെ തന്നെ ഓസ്മോട്ടിക് അയോണിക് നിയന്ത്രണം. ഓസ്മോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ ഉള്ളിലുള്ളതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വലിച്ചെടുക്കേണ്ടതോ ആയ വെള്ളത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നത് പൊട്ടാസ്യമാണ്. അതേപോലെ ചെടികളിൽ നിന്ന് പുറത്ത് കളയേണ്ട വെള്ളത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നതും പൊട്ടാസ്യം. അതായത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് നേരത്തെ ഇലകളിൽ ഉണ്ടാകുന്ന പ്രത്യേക ദ്വാരങ്ങളാണ് വെള്ളം പുറത്ത് കളയാനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനും ഓക്സിജൻ പുറത്ത് കളയാനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റൊമാറ്റ എന്ന ഈ കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് തുറക്കാനും അടക്കാനും സഹായിക്കുന്ന ഒരു ഗാർഡ് സെൽസ് എന്ന് പറയുന്ന പ്രത്യേക കോശങ്ങളാണ്. ഈ കോശങ്ങളുടെ തുറക്കുന്നതും അടക്കുന്നതും നിയന്ത്രിക്കുന്നത് പൊട്ടാഷ്യന്റെ ആ കോശത്തിനകത്തുള്ള പൊട്ടാസ്യത്തിന്റെ അളവുകളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെ മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് നിയന്ത്രിക്കാനും പൊട്ടാസ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ
പൊട്ടാസ്യം നമുക്ക് കൊടുക്കുമ്പോൾ ചെടികൾക്ക് വരൾച്ച പ്രതിരോധ ശേഷി കിട്ടാനും അതേപോലെ വെള്ളം കെട്ടി നിന്നാൽ ചീഞ്ഞു പോകാതെ സംരക്ഷിക്കാനുള്ള ഒരു നിശ്ചിത കാലത്തേക്ക് സംരക്ഷിക്കാനുള്ള കഴിവും പൊട്ടാസ്യം കൂടുതലുള്ള ചെടികൾക്ക് കാണിക്കും. അതാണ് ഓസ്മോട്ടിക് നിയന്ത്രണം എന്ന് പറയുന്നത്. അതേപോലെ അയോണിക് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ അകത്തുള്ള വ്യത്യസ്ത തരത്തിലുള്ള അയോൺസിന്റെ പോസിറ്റീവ് അയോൺസ്, നെഗറ്റീവ് അയോൺസ്, ഹൈഡ്രജൻ അയോൺസ്, അതുപോലെ പലതരം നെഗറ്റീവ് അയോൺസിലേക്ക് നിയന്ത്രണം പൊട്ടാസ്യത്തിന്റെ ജോലിയാണ്. പൊട്ടാസ്യത്തിന് മാത്രമല്ല ഹൈഡ്രജൻ അയോണും കൂടെ ആ ജോലി ചെയ്യുന്നുണ്ട്, അയോണിക് നിയന്ത്രണം ചെയ്യുന്നുണ്ട്, അതുപോലെ പൊട്ടാസ്യം ചെയ്യുന്നുണ്ട്. ഇനി കീടരോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും കോശഭിത്തികൾ, ഇപ്പൊ നൈട്രജൻ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ചെടികൾ പെട്ടെന്ന് വളരും, അതുപോലെ വണ്ണം കൂടും, നീളം കൂടുന്നു. ഇത് കോശ വിഭജനം വഴിയാണ്, വളരെ പെട്ടെന്ന് കോശം വിഭജിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള കോശ വിഭജനം നടക്കുമ്പോൾ പൊതുവെ ആ കോശങ്ങളുടെ ഭിത്തിക്ക് കട്ടി കുറവായിരിക്കും, കനം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നൈട്രജൻ വളങ്ങൾ കൂടുമ്പോൾ പലപ്പോഴും രോഗങ്ങളും കീടങ്ങളും വളരെ കൂടിപ്പോകും. അതുപോലെ ചെടികൾക്ക് കാറ്റിനെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവില്ലാതെ വരികയും ചെയ്യും. എന്നാൽ പൊട്ടാസ്യം കൊടുക്കുമ്പോൾ ഈ സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതായത് കോശഭിത്തിയുടെ കട്ടി കൂടുകയും കീടങ്ങളും രോഗങ്ങൾക്കും വളരെ പെട്ടെന്ന് കയറാൻ പറ്റാതെ വരികയും അതുവഴി ഒരു പ്രതിരോധ ശേഷി ലഭിക്കുകയും ചെയ്യും. അതുപോലെ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കിട്ടും. അപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളായ വെള്ളപ്പൊക്കം, വരൾച്ച, കാറ്റ്, ഇതിനൊക്കെ പ്രതിരോധിക്കാൻ ചെടികൾക്ക് കഴിവ് ലഭിക്കുന്നത് പൊട്ടാസ്യം കൊണ്ടാണ്. പിന്നെ വിളവ് സ്വാഭാവികമായിട്ടും വിളവ് വർദ്ധിക്കും പൊട്ടാസ്യം ഉണ്ടെങ്കിൽ, കാരണം ഫ്രൂട്ട് ഫില്ലിങ്ങിനെ സഹായിക്കുന്നുണ്ട്. അതേപോലെ പെൺപൂക്കൾ കൂടുതലുണ്ടാവാൻ സഹായിക്കുന്നുണ്ട്. നേരത്തെ നൈട്രജന്റെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്, നൈട്രജൻ കൂടി പോകുമ്പോൾ ചെടികൾ വെജിറ്റേറ്റീവ് ഫേസിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് പോകാൻ മടി കാണിക്കും. എന്ന് വെച്ചാൽ പൂവും കായ ഉണ്ടാകുന്ന ഒരു ഡിലേ ആവും, കുറച്ചും കൂടെ വൈകിയാണ് വരുന്നത്. പ്രത്യേകിച്ച് പയർവർഗ്ഗ ചെടികളിലൊക്കെ അത് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ ഇലകൾ ധാരാളം ഉണ്ടാവും, പച്ച നിറത്തിൽ ഇലകൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ പൂവും കായും പിന്നെ വളരെ വൈകിയേ വരുള്ളൂ, അല്ലെങ്കിൽ വരാതിരിക്കുകയോ ചെയ്യാം. അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പൊട്ടാസ്യം വളങ്ങളും ആനുപാതികമായിട്ട് നൈട്രജനിന് ആനുപാതികമായിട്ട് പൊട്ടാസ്യം വളങ്ങളും കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ പൊട്ടാസ്യം നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു മൂലകമാണ്. കാരണം നമുക്ക് വിളവിനെ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് പൊട്ടാസ്യമാണ്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈട്രജൻ വളങ്ങളെ പോലെയല്ല പൊട്ടാസ്യം വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊരു മാറ്റം ഉടനെ തന്നെ കാണാൻ സാധ്യതയില്ല. അങ്ങനെ കുറച്ച് സമയം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ചെടിയുടെ അവസാന കാലഘട്ടത്തിലോ ഒക്കെ ആയിരിക്കും നമുക്കതിൻ്റെ വിളവുള്ള മാറ്റം കാണാൻ സാധിക്കും. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊട്ടാഷ്യം വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ഏത് രാസവളം കൊടുത്താലും ഉണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ ഏകദേശം 3 വർഷം സമയമെടുക്കും. കാരണം തെങ്ങിൻ്റെ ഉള്ളിൽ ഓരോ പൂങ്കുലകൾ രൂപപ്പെട്ട് ആ പൂങ്കുലകൾ രൂപപ്പെടുന്ന സമയത്ത് കിട്ടിയ ന്യൂട്രിയൻസിനനുസരിച്ചായിരിക്കും അതിൻ്റെ പെൺപൂക്കളുടെ എണ്ണോ അതിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ടാവുക. പിന്നീട് ഈ പൂക്കൾ രൂപപ്പെട്ടത് ഏകദേശം 24 മാസത്തോളം തെങ്ങിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞ് പിന്നീട് പുറത്തു ചാടും. ഇപ്പോൾ 2 വർഷം സമയമായി. ഈ 2 വർഷം കഴിഞ്ഞ് ആ തേങ്ങ ഡെവലപ്പ് ചെയ്ത് നമ്മൾ വിളവെടുക്കുന്ന സമയത്തേക്ക് വീണ്ടും ഏകദേശം 1 വർഷം, അതായത് 9, 10, 11 മാസത്തോളം കഴിഞ്ഞാണ് നമ്മൾ വിളവെടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ ഒരു കാര്യം തെങ്ങിന് ചെയ്തു കൊടുത്താൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇറിഗേഷൻ തുടങ്ങി, ഇത്ര കാലം ഇറിഗേഷൻ കൊടുക്കാതെ ഇറിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ രാസവളം കൊടുക്കാത്ത തെങ്ങുകൾക്ക് രാസവളം കൊടുക്കും, അല്ലെങ്കിൽ ജൈവവളം കൂടുതലായിട്ട് കൊടുത്തു തുടങ്ങി. ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഏകദേശം 3 വർഷം കഴിഞ്ഞാണ്. പക്ഷേ മറ്റു ചില പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ഒഴിവാക്കി കിട്ടും. ഉദാഹരണത്തിന് മച്ചിങ്ങ പൊഴിഞ്ഞു പോകുന്ന പ്രശ്നം, തെങ്ങിൻ്റെ ഓലകളുടെ മഞ്ഞളിപ്പ്, അതുപോലെ ചില ഡിസ്കളറേഷൻസും മാൽഫോർമേഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോ മൂലകത്തിൻ്റെ കുറവ് കൊണ്ടുള്ളതാണെങ്കിൽ നമുക്കത് മാറിയെടുക്കാൻ 3 വർഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം 6 മാസം, 4 മുതൽ 6 മാസം ആകുമ്പോഴേക്കന്നെ ഇതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പൊട്ടാഷ്യന്റെ കുറവുകൾ ലക്ഷണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരം സഞ്ചരിക്കുന്ന മൂലകമായതുകൊണ്ട് തന്നെ താഴെയുള്ള ഇലകളിലായിരിക്കും ഇത് കാണിക്കുക. പൊതുവെ നമുക്ക് കാണാറുള്ളത് ഇലകളുടെ അഗ്രഭാഗങ്ങൾ മഞ്ഞളിച്ച് പിന്നീട് സാവധാനം ആ മഞ്ഞ കളർ ഉള്ളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുക. ഈ ആദ്യം മഞ്ഞയായ ഭാഗങ്ങൾ ഉള്ളിലേക്ക് വ്യാപിക്കുന്നതോടുകൂടി തന്നെ ആ ഭാഗം കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതായത് ഇലകളുടെ അഗ്രഭാഗം, അതുപോലെ ഇലകളുടെ സൈഡുകൾ, മാർജിനുകളൊക്കെയാണ് ഇതേപോലെ മഞ്ഞ നിറമായിട്ട് മാറുക. ഇതിൽ തന്നെ നമുക്ക് ആ മഞ്ഞയും പച്ചയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. നൈട്രജന്റെ കുറവിൽ നമുക്ക് ആ വ്യക്തത ഇല്ല. അത് മഞ്ഞ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞ ഇങ്ങനെ എന്താ പറയുക, പതുക്കെ പച്ചയിലേക്ക് കയറി പോകുന്നൊരവസ്ഥയായിരിക്കും. പക്ഷെ പൊട്ടാഷ്യന്റെ അഭാവത്തിലുള്ള ആ ലക്ഷണം എന്ന് പറയുന്നത് മഞ്ഞയായ ഭാഗവും പച്ചയായ ഭാഗവും നമുക്ക് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതാണ് പൊട്ടാഷ്യന്റെ കുറവിന്റെ ലക്ഷണത്തിൽ നമുക്ക്
താഴെയുള്ള ഇടതുഭാഗത്തുള്ള ഇല നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതിന് ഓലകളുടെ അഗ്രഭാഗങ്ങളൊക്കെ മഞ്ഞ നിറയതിനു ശേഷം പിന്നീട് കരിച്ചിലായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇലകളിലും നമുക്ക് പല ഡിസ്കളറേഷൻസ് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് സാധാരണ പൊട്ടാഷിന്റെ കുറവ് കൊണ്ടുള്ള ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പൊട്ടാഷ് നമുക്ക് ഇട്ടുകൊടുക്കാൻ നമുക്ക് പല മാർഗങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടാഷ് MOP എന്നത്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ 60% പൊട്ടാസ്യം ഉള്ള പൊട്ടാഷാണ് സാധാരണ നമ്മൾ പൊട്ടാഷ് വളങ്ങളായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതേപോലെ പൊട്ടാസ്യം സൾഫേറ്റ് ഉപയോഗിക്കാറുണ്ട്, 50% അതിൽ പൊട്ടാസ്യത്തിന്റെ അളവ്. പിന്നെ പല മിക്സറുകളുണ്ട്. ഇപ്പോൾ 10, 5, 20 തെങ്ങിനായിട്ടുള്ള മിക്സറാണ്, അതിൽ 20% പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ മിക്സറുകൾ വഴി നമുക്ക് കിട്ടും. പക്ഷെ ഫാക്ടബോസ് ഇടുമ്പോൾ ഒരിക്കലും അതിൽ പൊട്ടാഷ് ഉണ്ടാവില്ല. അപ്പോൾ ഫാക്ടബോസ് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ കൂടെ പൊട്ടാഷ് ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ പല രീതിയിലും പൊട്ടാസ്യം നൈട്രേറ്റ് ആയിട്ട് ചില സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ കോസ്റ്റ്ലിയാണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് സാധാരണ നമ്മൾ ഇടുന്ന MOP എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ച് വില കൂടിയിട്ടാണ് പൊട്ടാസ്യം നൈട്രേറ്റ് കിട്ടുക. പലപ്പോഴും പൊട്ടാസ്യം നൈട്രേറ്റും പൊട്ടാസ്യം സൾഫേറ്റും നമ്മൾ ഇലകളിൽ സ്പ്രേ ആയിട്ട് കൊടുക്കാറുണ്ട്. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന നമ്മളെ MOP സാധാരണ വാങ്ങിക്കുന്ന പൊട്ടാഷ് ഒരു കാരണവശാലും ഇലകളിൽ സ്പ്രേ ചെയ്യാൻ പാടില്ല. അതിലുള്ള ക്ലോറിൻ ഇഞ്ചുറി ഉണ്ടാക്കുകയും ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം സന്ദർഭങ്ങളും ഇലയിൽ സ്പ്രേ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ളത് ഒന്നുകിൽ പൊട്ടാസ്യം സൾഫേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് കാൽഷ്യം എന്ന് പറയുന്നത്. കാൽഷ്യം നമുക്കറിയാം, നമ്മൾ കാൽഷ്യം വളങ്ങൾ പലപ്പോഴും ചെടികൾക്ക് ഇട്ടുകൊടുക്കാറുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായ രീതിയിലാണ് കാൽഷ്യം കൊടുക്കാറുള്ളത്. ഡോളമൈറ്റിലും നമുക്ക് കാൽഷ്യം കൊടുക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കാൽഷ്യം പലപ്പോഴും നമ്മുടെ സെൽ ഡിവിഷന് വേണ്ടി അതേപോലെ കോശഭിത്തി നിർമ്മാണത്തിനൊക്കെയാണ് പ്രധാനമായിട്ട് സഹായിക്കുന്നത്. അതേപോലെ തന്നെ മണ്ണിലെ pH നിയന്ത്രിക്കാനും അതുവഴി കൂടുതൽ വളങ്ങൾ വലിച്ചെടുക്കാൻ, അത് കൂടുതൽ മൂലകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്നതും കാൽഷ്യമാണ്. കൂടാതെ ഒരു ചെടിയുടെ അകത്ത് കയറിയിട്ടുള്ള കാൽഷ്യത്തിന്റെ അളവാണ് പലപ്പോഴും മറ്റു മൂലകങ്ങളുടെ വലിച്ചെടുക്കലിനെ സഹായിക്കുന്നത്. മറ്റു മൂലകങ്ങൾ വലിച്ചെടുക്കാൻ ചെടിയുടെ അകത്ത് കാൽഷ്യം നമുക്ക് വളരെ ആവശ്യമാണ്. മാത്രമല്ല ഓരോ കോശത്തിന്റെ അകത്തുള്ള അയോണിക് ബാലൻസ് അല്ലെങ്കിൽ pH ബാലൻസ് നിയന്ത്രിക്കാനും നമുക്ക് കാൽഷ്യം ആവശ്യമാണ്. നമുക്കിതിന്റെ കുറവ് പലപ്പോഴും കാണാറുള്ളത് അസിഡിക് സോയിൽ, അതായത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള മണ്ണുകളിൽ, അതുപോലെ സാൻഡി സോയിൽ മണൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു മഴവെള്ളം കൂടുതലുള്ള, മഴ നന്നായിട്ട് കൂടിക്കഴിയുമ്പോൾ വെള്ളത്തിലൂടെ പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു മൂലകമാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ നനക്കുന്ന വെള്ളത്തിലൂടെയാവാം, മഴവെള്ളത്തിലൂടെയൊക്കെ ഇത് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ കാൽഷ്യം ഒട്ടും തന്നെ സഞ്ചരിക്കാത്തൊരു മൂലകമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന്റെ കുറവിന്റെ ലക്ഷണം നമുക്ക് വളരുന്ന പോയിന്റുകളിലാണ് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ബഡ് ലീഫ് എന്ന് പറയുന്നത് കൂമ്പലകൾ ഉണങ്ങിപ്പോവുകയും അതുപോലെ വെള്ള നിറത്തിലായി പോവുകയും ചെയ്യും. അതിന്റെ ബേസ് ഭാഗം എപ്പോഴും നല്ല ഗ്രീൻ നിറമായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ അതിന്റെ അഗ്രഭാഗങ്ങൾ വൈറ്റ് നിറാവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ പലപ്പോഴും നമ്മുടെ കൂമ്പല ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ടിപ്പ് ഇങ്ങനെ താഴേക്ക് വളഞ്ഞിരിക്കുന്നത് കാണാം. മാത്രമല്ല തൊട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോവും, ബ്രിട്ടിലായിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ വളരെ എക്സ്ട്രീം കേസാണ്, വളരെ കാൽഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ടെർമിനൽ ബെഡലിൽ കൂമ്പ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ആണ് കാൽഷ്യം ഡെഫിഷ്യൻസി വരുന്നത്. പൊതുവേ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി വാഴകളിലും തെങ്ങിലൊക്കെ കൂമ്പലയിൽ 1, 2 ഇല താഴേക്കായിട്ടാണ് കാണാറുള്ളത്. ഇത് നമുക്ക് കവുങ്ങിൽ കാണുന്ന ഒരു ഇതാണ്. കൂമ്പലയുടെ താഴെയുള്ള ഇലയിലാണ് നമുക്കിതിന്റെ ലക്ഷണം കാണുന്നത്. വളരെ കുറവില്ല എന്നർത്ഥം. നല്ല കുറവുണ്ടെങ്കിൽ ഈ കൂമ്പലിന്റെ കരിഞ്ഞു പോകുമായിരുന്നു. ഇത് അത്യാവശ്യം കാൽഷ്യമുള്ള ഒരു അവസ്ഥയിലാണ് ഈ കാണുന്നത്. കൂമ്പലകൾ ചുളിഞ്ഞിരിക്കുന്നത് പോലെ. മാത്രമല്ല ഇലകൾ ബ്രിട്ടിലായിരിക്കുന്നത്, വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുപോലെ വളരെ കുറവാണെങ്കിൽ നമുക്ക് ഈ തെങ്ങിൻ പൂങ്കുല വരുന്ന സമയത്ത് തന്നെ അത് വിരിഞ്ഞ ഉടനെ തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഒന്നുകിൽ മച്ചിങ്ങായിട്ട് കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആ പൂങ്കുല അപ്പാടെ കരിഞ്ഞു പോവുകയോ ചെയ്യാം. നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് കാൽഷ്യം നൈട്രേറ്റ് ആയിട്ട് സ്പ്രേ ആയിട്ടോ റൂട്ട് ഫീഡിംഗ് ആയിട്ടോ നമുക്ക് കൊടുക്കാം. അതല്ലാതെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നമ്മുടെ നീറ്റ് കക്ക ഉപയോഗിക്കാം, ചുണ്ണാമ്പ് ഉപയോഗിക്കാം, ഡോളമൈറ്റ് ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കാൽഷ്യത്തിന്റെ ഇത് ചെയ്യാം. പക്ഷെ കാൽഷ്യം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൽഷ്യം വളങ്ങൾ കൊടുക്കുമ്പോൾ കൂടെ മറ്റു വളങ്ങളൊന്നും തന്നെ കൊടുക്കാതിരിക്കാൻ നോക്കുക. കാരണം പല മൂലകങ്ങളും കാൽഷ്യത്തിന്റെ കൂടെ ആയിരിക്കുമ്പോൾ
ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയോ മണ്ണിൽ ചേരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന് നൈട്രജൻ അമോണിയ ആയിട്ട് മാറിക്കഴിയും. നൈട്രജൻ വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അമോണിയ ആയിട്ട് മാറും. അമോണിയ എന്ന് പറഞ്ഞൊരു വാതകമാണ്. ഈ വാതകത്തിൽ വെള്ളത്തിൽ ലയിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ മണ്ണിലുള്ള ഈർപ്പമായിട്ട് അത് ഈർപ്പമുള്ള മണ്ണിൽ അത് അമോണിയ ലയിച്ച് കിടക്കും. പക്ഷെ കാൽഷ്യം ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്തിലിട്ട് കഴിയുമ്പോൾ pH 8 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമോണിയയ്ക്ക് വെള്ളത്തിൽ ലയിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ആ നൈട്രജൻ മുഴുവൻ അന്തരീക്ഷത്തേക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതേപോലെ തന്നെ മറ്റു പല മൂലകങ്ങളും, ഇപ്പോൾ പൊട്ടാസ്യം മൂലകങ്ങളാണെങ്കിലും കാൽഷ്യത്തിന് രണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായതുകൊണ്ട് മണ്ണിലെ നെഗറ്റീവ് ചാർജുമായിട്ട് പൊട്ടാസ്യത്തിന് ചേരാൻ പറ്റാതെ വരികയും കാൽഷ്യം മണ്ണിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും പൊട്ടാസ്യം വളങ്ങൾ മണ്ണിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല മൂലകങ്ങളും കാൽഷ്യത്തിൻ്റെ കൂടെ ഇടാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ കാൽഷ്യം വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് മണ്ണിൽ ഈർപ്പം ഉണ്ടായതിനു ശേഷം 14 ദിവസം വെയിറ്റ് ചെയ്തിട്ടേ മറ്റു വളങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് കാൽഷ്യം ഇട്ട് 14 ദിവസം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എപ്പോഴാണോ ഒരു നനവ് കിട്ടിയത്, അല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്യുകയോ ഇറിഗേഷൻ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നനച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു വളങ്ങൾ ഇടുന്നതിന് തടസ്സമില്ല. മറ്റു വളങ്ങൾ വളരെ കൂടിയ തോതിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. മണ്ണിൽ നന്നായിട്ട് കാൽഷ്യമല്ല മറ്റു വളങ്ങൾ മണ്ണിൽ നന്നായിട്ട് ചേരാനും സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു മൂലകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. മഗ്നീഷ്യം നേരത്തെ നൈട്രജന്റെ കാര്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ക്ലോറോഫിൽ ഡെവലപ്മെന്റ്, ഹരിതകണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നൈട്രജന്റെ കൂടെ തന്നെ മഗ്നീഷ്യം ആവശ്യമുണ്ട്. അതുപോലെ ശരീരകത്ത് നടക്കുന്ന പല എൻസൈമുകൾ കൊണ്ടുള്ള പ്രവർത്തികൾക്കും ഒരു കോ ഫാക്ടറായിട്ട്, കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറായിട്ട് മഗ്നീഷ്യം പ്രവർത്തിക്കുന്നുണ്ട്. മഗ്നീഷ്യത്തിന്റെ കുറവ് നമുക്ക് ഇന്റർവീനർ ക്ലോറോസിസ് എന്ന് പറയും. അതായത് ചിത്രം കാണിക്കുന്നത് ഒന്നുകൂടെ ബോധ്യപ്പെടും. അത് ഓൾഡർ ലീഫിൽ അഥവാ പ്രായം കൂടിയ ഇലകളിൽ തന്നെയാണ് മഗ്നീഷ്യത്തിന്റെ കുറവ് കാണുക. ഇത് മഗ്നീഷ്യം നമുക്ക് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ഡോളമൈറ്റ് ഇട്ട് കൊടുത്താൽ മഗ്നീഷ്യം കിട്ടും. അതേപോലെ മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുത്തുകൊണ്ടും നമുക്ക് മഗ്നീഷ്യം കൊടുക്കാൻ സാധിക്കും. ഒരു തെങ്ങിന് ഒരു വർഷത്തിൽ 250 ഗ്രാം മഗ്നീഷ്യമോ മഗ്നീഷ്യം സൾഫേറ്റോ അല്ലെങ്കിൽ 1.5 ഇടവിട്ടുള്ള വർഷങ്ങളിൽ 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റോ നമുക്ക് കൊടുക്കാം. ഇതാണ് തെങ്ങിന് മഗ്നീഷ്യം വളരെ അത്യാവശ്യമുള്ളതാണ്. അതുപോലെ ചില പച്ചക്കറികൾക്കും ആവശ്യമുള്ളതാണ്. ചില പച്ചക്കറികൾക്ക് പ്രത്യേകിച്ചും ആവശ്യം കൂടുതലുണ്ട്. അതായത് വെണ്ട പോലുള്ള ചെടികൾക്ക് മഗ്നീഷ്യം വളരെ കൂടുതൽ ആവശ്യമുള്ള ചെടിയാണ്. തക്കാളി പോലുള്ള ചെടികൾക്ക് കാൽഷ്യം വളരെ കൂടുതൽ ആവശ്യമാണ്. കാബേജ്, കോളിഫ്ലവർ, തക്കാളി നമുക്ക് കാൽഷ്യം കൂടുതൽ ആവശ്യമുണ്ട്. അതേപോലെ വെണ്ടയ്ക്ക് മഗ്നീഷ്യം കൂടുതൽ ആവശ്യമുണ്ട്. തെങ്ങിനും മഗ്നീഷ്യം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് എല്ലാ വർഷവും നമുക്ക് 250 ഗ്രാം വീതമോ അല്ലെങ്കിൽ 1 ഇടവിട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് 500 ഗ്രാം വീതമോ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ നീറ്റുകാക്കയ്ക്ക് പകരം ഡോളമൈറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാൽഷ്യത്തിന്റെ കൂടെ തന്നെ മഗ്നീഷ്യം കൂടെ ചെടിക്ക് കിട്ടും. ഇതാണ് മഗ്നീഷ്യത്തിന്റെ കുറവിന്റെ ലക്ഷണം. പ്രായം കൂടിയ ഇലകളിൽ ഞരമ്പുകളുള്ള ഭാഗം, വെയിൻസ് എല്ലാം പച്ചയായിട്ടിരിക്കുകയും ഞരമ്പുകളുടെ ഇടയിലുള്ള ഭാഗം മഞ്ഞയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മഗ്നീഷ്യത്തിന്റെ കുറവ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഇപ്പോൾ മഗ്നീഷ്യവും ഒക്കെ ഓൾഡർ ലീഫിലെ മഞ്ഞളിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ 4 മഞ്ഞ നിറത്തിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഗ്നീഷ്യത്തിന്റെ കുറവ് ഞരമ്പുകൾക്ക് ഇടയിലുള്ള ഭാഗം മഞ്ഞയാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അരക്കിന ട്രീ അല്ലെങ്കിൽ കവുങ്ങിന്റെ തൈ നോക്കി കുറച്ച് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പൊട്ടാസ്യത്തിന്റെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം ഇതിന്റെ ഓലയുടെ അഗ്രഭാഗങ്ങളാണ് മഞ്ഞയായതായിട്ട് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് പോയി നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് മഗ്നീഷ്യത്തിന്റെ കുറവാണോ പൊട്ടാസ്യത്തിന്റെ കുറവാണോ അതോ രണ്ടും കൂടെ ചേർന്നുള്ള കുറവാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു ലക്ഷണം കൂടെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഞരമ്പുകളുടെ ഇടയിലുള്ള മഞ്ഞ നിറം, ഇത് നമുക്ക് തെങ്ങോലകളിലും ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തെങ്ങിന്റെ ഞരമ്പുകളുടെ ഇടയിലുള്ള മഞ്ഞ നിറമാണ്. ഈ ഒരു തൈയിലും നമുക്കതറിയാം. ഇവിടെ ഞരമ്പുകളുണ്ട്. ഞരമ്പുകളൊക്കെ പച്ച നിറമാണ്. അതിനിടയിലുള്ള ഭാഗം മാത്രമാണ് മഞ്ഞ നിറമായിരിക്കുന്നത്. സൾഫർ നമുക്ക് പൊതുവേ നമ്മുടെ മണ്ണിൽ അത്ര കുറവില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ കുറവായിരിക്കും എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ കാണിച്ചിരുന്നു. ഫോസ്ഫറസിൻ എന്തൊക്കെ ജോലികൾ ചെയ്യും അതിൻ്റെ കൂടെയൊക്കെ പലപ്പോഴും സൾഫർ ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ കോശത്തിന്റെ എനർജി ലെവലുകൾ തീരുമാനിക്കുന്നതിനും ഇതിനൊക്കെ നമുക്ക് സൾഫർ ആവശ്യമാണ്. പ്രത്യേകിച്ചും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾക്ക്, അതായത് തെങ്ങ് ഒരു എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയാണ്. ഇതിന്റെ ആ എണ്ണയുടെ കൊഴുപ്പ് തീരുമാനിക്കുന്നത് സൾഫർ ഡബിൾ ബോണ്ടാണ്. അതായത് രണ്ട് സൾഫർ ചേർന്നുള്ള ഡബിൾ ബോണ്ടാണ്
എണ്ണയുടെ കൊഴുപ്പ് തീരുമാനിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സൾഫർ ആവശ്യമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ മണ്ണിൽ പൊതുവെ സൾഫർ കുറവാണ്. അതുകൊണ്ടാണ് അവിടെ തെങ്ങിൽ നന്നായിട്ട് തേങ്ങ ഉണ്ടാവുമെങ്കിലും അവരുടെ കൊപ്രയ്ക്ക് ക്വാളിറ്റി കുറവാണ്. നമ്മൾ കേരളത്തിൽ അതേപോലുള്ള ക്വാളിറ്റി കൊപ്ര അവരെ കിട്ടാറില്ല. മിക്കവാറും റബ്ബറി കൊപ്ര എന്ന് പറയും. അത് ഉണങ്ങിക്കഴിഞ്ഞാലും വൈറ്റ് നിറത്തിലായിരിക്കും. അതുപോലെ തന്നെ റബ്ബർ പോലെ ഇരിക്കുന്നു. അത് ഞെക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ റബ്ബർ പോലെ അമർന്നു പോകും. അതേസമയം നമ്മുടെ കൊപ്രയാണെങ്കിൽ നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ ഞെക്കിയാൽ പൊട്ടിപ്പോവുകയാണ് ചെയ്യുക. ഇത് അമർന്നു പോവുക, സാധാരണ റബ്ബർ പോലെ ഇരിക്കും അത് കാണാം. അപ്പോൾ സൾഫറിൻ്റെ കുറവ് പൊതുവേ നമുക്ക് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നൈട്രജന്റെ കുറവ് ലോവർ ലീഫിൽ എങ്ങനെയാണോ കണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് അതേപോലത്തെ കുറവ് യങ്ങർ ലീഫിൽ കാണിക്കും. അതേ ലക്ഷണം യങ്ങർ ലീഫിൽ കാണിക്കുമ്പോഴാണ് അത് സൾഫർ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. പലപ്പോഴും സൾഫർ ഉള്ളപ്പോൾ കുറവുള്ളപ്പോൾ നമുക്ക് താഴെയുള്ള ഇലകൾ നല്ല പച്ചയായിട്ട് തന്നെ ഇരിക്കും, മുകളിലുള്ള ഇലകൾ മഞ്ഞയായിട്ട് മാറുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇലകളൊക്കെ ഒടിഞ്ഞു തൂങ്ങാൻ തുടങ്ങും. പിന്നെ സ്റ്റെമ്മിന് അതിൻ്റെ തടിക്ക് ശക്തി കുറയും. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പ്രായം കൂടിയ തെങ്ങൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇലകളുടെ എണ്ണവും അതുപോലെ സൈസും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്വാഭാവികമായിട്ടും നമ്മുടെ തേങ്ങ എന്താ പറയുക മച്ചിങ്ങ കൊഴിഞ്ഞു പോകാന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റബ്ബറി കൊപ്രയുടെ ക്വാളിറ്റി കുറവായിരിക്കും, മാർക്കറ്റബിലിറ്റിയും കുറവായിരിക്കും. നമുക്ക് സൾഫറിന്റെ കുറവ് നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ആൽക്കലൈൻ സോയിലാണ് സൾഫറിന്റെ കുറവ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ കുറവുണ്ടെങ്കിൽ 2 മുതൽ 5 കിലോഗ്രാം ജിപ്സം ഒരു ചെടിക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ മാഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ സൾഫർ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെടിക്ക് സ്വാഭാവികമായിട്ടും മാഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ മാഗ്നീഷ്യം കൂടെ തന്നെ സൾഫറും കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഇത് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ അതുപോലെ സിങ്ക് ഡെഫിഷ്യൻസി സിങ്കിൻ്റെ കുറവുള്ള സ്ഥലങ്ങൾ സിങ്ക് സൾഫേറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് സൾഫർ കിട്ടും. അതേപോലെ ഫാക്ടംബോസ് ഇട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഫാക്ടംബോസിലും സൾഫർ ഉണ്ട്. 20, 0, 13 അവസാനം പറയുന്ന 13 എന്ന് പറയുന്നത് ഗന്ധകം അഥവാ സൾഫറാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സൾഫർ പലപ്പോഴും നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട്. പൊതുവേ നമ്മുടെ മണ്ണിൽ സൾഫറിന്റെ കുറവ് അത്ര തന്നെ ഇല്ല, ചില ഭാഗങ്ങളിൽ മാത്രമാണ് കുറവുള്ളത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് സൾഫർ കുറവുണ്ടോ കൊടുക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ടി വരിക. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് ബോറോൺ. ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കാക്കിയിട്ടുള്ള മൂലകങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇരുമ്പ്, മാംഗനീസ് ഒക്കെ നമ്മളവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിന്റെ കുറവിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നൊരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ കുറവ് വരാൻ സാധ്യതയുള്ള മൂലകങ്ങളെ മാത്രം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നത്. ഈ ബോറോൺ എന്ന് പറയുന്ന മൂലകം പലപ്പോഴും നമ്മൾ പല കർഷകരും ഈ അടുത്ത കാലത്ത് മാത്രമാണ് ബോറോണിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ഇത് ഒരു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം അഥവാ ഒരു ചെടിയിലെ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആ പ്രവൃത്തിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മൂലകമാണ് ബോറോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോശഭിത്തി നിർമ്മാണത്തിൽ സഹായിക്കും. കോശഭിത്തി നിർമ്മാണത്തിൽ കുറേ മൂലകങ്ങൾ സഹായിക്കുന്നുണ്ട്. ഒന്ന് കാൽസ്യം, മാഗ്നീഷ്യം, ബോറോൺ, പൊട്ടാസ്യം, ഇവരൊക്കെ കോശഭിത്തിയുടെ നിർമ്മാണത്തിൽ സഹായിക്കുന്ന മൂലകങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെടിയുടെ ഫ്രൂട്ടിനുള്ളിൽ കാർബോഹൈഡ്രേറ്റ് കൊണ്ടുപോയി നിറക്കുന്ന ആ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മൂലകമാണ് ബോറോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബോറോണിന്റെ അഭാവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിളവ് നന്നായിട്ട് കുറയാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. പൊതുവെ കേരളത്തിൽ എവിടെയുള്ള മണ്ണ് പരിശോധിച്ചാലും നമുക്ക് ബോറോണിന്റെ കുറവ് കാണിക്കാറുണ്ട്. അപ്പോൾ ബോറോൺ നമ്മുടെ മണ്ണിൽ വളരെ കുറവാണ്. അതുകൊണ്ട് ബോറോൺ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ബോറോൺ പല രീതിയിൽ നമുക്ക് കിട്ടും. ബോറിക് ആസിഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബോറിക് ആസിഡ് എന്നൊരു പൗഡറാണ്. ബൊറാക്സ് എന്നുള്ള പേരിൽ വാങ്ങിക്കാൻ കിട്ടും. പവർ ബോർ എന്നുള്ള പേരിൽ കിട്ടും. വെള്ളത്തിൽ ലയിക്കുന്ന സോളിബോർ പോലുള്ള കെമിക്കൽസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇതൊരു മൈക്രോന്യൂട്രിയൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ ചെടികൾക്ക് കൊടുക്കേണ്ടതുള്ളൂ. ഉദാഹരണത്തിന് തെങ്ങിനാണെങ്കിൽ നമുക്ക് 50 ഗ്രാം മുതൽ 500 ഗ്രാം വരെയുള്ള റേഞ്ചാണ് തെങ്ങിന് പറയുന്നത്. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ഒരു തെങ്ങ്, അതായത് ബോറോണിന്റെ കുറവിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ഒരു തെങ്ങിന് നമുക്ക് 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ വളരെ കൂടുതൽ ബോറോണിന്റെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഒരു ചെടിയാണെങ്കിൽ നമുക്കതിന് 500 ഗ്രാം വരെ ഇട്ട് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബോറോൺ ഒരു കാരണവശാലും ഫോസ്ഫറസ് വളങ്ങളുടെ കൂടെയോ കാൽഷ്യം വളങ്ങളുടെ കൂടെയോ ഇട്ട് കൊടുക്കരുത്. പ്രത്യേകിച്ച് ഫോസ്ഫറസ് വളങ്ങളുടെ കൂടെ കൊടുക്കരുത്. കാരണം ബോറോൺ കൂടിക്കഴിഞ്ഞാൽ ഫോസ്ഫറസ് വലിച്ചെടുക്കാത്ത സാഹചര്യവും ഫോസ്ഫറസ് കൂടിക്കഴിഞ്ഞാൽ ബോറോൺ വലിച്ചെടുക്കാത്ത സാഹചര്യവും ഉണ്ടാവാറുണ്ട്.
അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബോറോണിൻ്റെ കുറവിൻ്റെ ലക്ഷണങ്ങൾ പല രീതിയിലാണ് കാണിക്കുക. അത് എത്രത്തോളം അതിൻ്റെ കുറവുണ്ട് ചെടികൾ അതിനനുസരിച്ച് ലക്ഷണങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ബോറോൺ കാൽസ്യത്തെ പോലെ തന്നെ ചെടികളിൽ ഒട്ടും സഞ്ചരിക്കാത്ത മൂലകമായതുകൊണ്ട് പുതുതായിട്ടുണ്ടാവുന്ന ഇലകളിലും കൂമ്പലകളിലുമാണ് അതിൻ്റെ കുറവ് കാണിക്കുക. അതായത് പുതുതായിട്ടുണ്ടാവുന്ന ഇലകൾ ശരിക്ക് ഫോം ചെയ്യാൻ പറ്റാതെ വരികയും, അതായത് ഷേപ്പും കൃത്യമായിട്ട് വരാതെ അതിൻ്റെ ഫോർമേഷൻ തന്നെ ശരിയായ രീതിയിലല്ലാതെ ചെറിയ ഇലകളായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ ഇപ്പോൾ തെങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ കൂമ്പ് വന്നു കഴിഞ്ഞ് ആ ഇലകൾ സ്പ്ലിറ്റ് ചെയ്യണം. അതിൻ്റെ ലീഫ്ലെറ്റ്സ് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഓലയായിട്ട് മാറണം. അത് കുറച്ച് സാവധാനേ നടക്കുകയുള്ളൂ. അതുപോലെ ഇലകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തൊരു സിഗ്സാഗ് ആയിട്ടുള്ള ഒരു സെറേറ്റഡ് അപ്പിയറൻസ് നമുക്ക് ഇലകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ഈ കൂമ്പലകൾ കറുത്ത നിറമായിട്ട് പോവുകയോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോവുകയോ ചെയ്യാറുണ്ട്. പൂങ്കുലകൾ ഉണ്ടായി കഴിയുമ്പോൾ, അതായത് പൂങ്കുലകൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അത് എന്താ പറയുക, അത് കരിഞ്ഞു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യും. അതുപോലെ ചില സമയങ്ങളിൽ പച്ചക്കറികളിലാണെങ്കിലും തെങ്ങിലൊക്കെ ആണെങ്കിലും അബ്നോർമൽ ഷേപ്പുള്ള ലീഫുകളല്ല ഫ്രൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ പടവലൊക്കെ ആണെങ്കിൽ വളഞ്ഞൊക്കെ വരും, ചുരക്ക അതുപോലെ വളഞ്ഞു തിരിഞ്ഞൊക്കെ വരുന്ന ഷേപ്പുകൾ മാറി വരുന്നത് ഒക്കെ കാണാൻ പറ്റും. തേങ്ങയിലും തന്നെ ഒരു ത്രികോണ ഷേപ്പുള്ള ഒരു ട്രയാങ്കുലർ ഷേപ്പുള്ള തേങ്ങ ഉണ്ടായി വരുന്നതും കാണാൻ പറ്റും. അതായത് തേങ്ങയുടെ ഉള്ളിൽ ചകിരി മാത്രം, ഉള്ളിൽ ചിരട്ടയോ മറ്റു സാധനങ്ങളൊന്നും ഇല്ലാതെ ചകിരി മാത്രമായിട്ട് രൂപപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബോറോണിൻ്റെ കുറവിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ബോറോണിൻ്റെ കുറവിന് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. ബൊറാക്സ് ഇട്ട് കൊടുക്കാം, സോളിബോർ ഇട്ട് കൊടുക്കാം, പവർ ബോർ ഇട്ട് കൊടുക്കാം, അങ്ങനെ പല രീതിയിൽ ബോറിക് ആസിഡ് ഇട്ട് കൊടുക്കാം. ഇത് പലപ്പോഴും സ്പ്രേ ആയിട്ട് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇലകളുടെ ഒരു സെറേറ്റഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞത്. ഇലകളിൽ പല ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പുറത്തേക്ക് വന്നത് പോലെയുള്ള ഒരു അവസ്ഥ ഇത് കാണാൻ പറ്റും. അതുപോലെ സ്പ്ലിറ്റിങ് നട്ട്സ് ഒരു പകുതി പ്രായമാകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു ഇളനീര് പരുവം വിട്ട് കഴിയുമ്പോഴേക്ക് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഈ തേങ്ങയുടെ ഷേപ്പ് കണ്ടാൽ കാണാൻ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. അതേപോലെ അഥവാ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ, അതായത് കുറച്ച് ബോറോണിൻ്റെ കുറവ് എത്രത്തോളം അനുസരിച്ചാണ് ഇതിൻ്റെ ഈ ലക്ഷണങ്ങൾ വരുന്ന മാറ്റം. ബോറോൺ വളരെ കുറവാണെങ്കിൽ പൂങ്കുല വിരിയയില്ല, അത് അപ്പോഴേ നശിച്ചു പോകും. ബോറോൺ കുറച്ചൊക്കെ ചെടികളിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ബച്ചിങ്ങ കുറച്ച് പ്രായമാവുന്നവരെ നിലനിൽക്കും, കഴിഞ്ഞ് കൊഴിഞ്ഞു പോകാം. കുറച്ചുകൂടെ ബോറോൺ ഉണ്ടെങ്കിൽ ഇളനീര് പരുവം വരെ തേങ്ങ എത്തി വരും. അത് കഴിഞ്ഞ് അത് സ്പ്ലിറ്റിങ്ങോടുകൂടി ഒഴിഞ്ഞു പോകാം. കുറച്ചുകൂടെ ബോറോണിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒരു തേങ്ങ ഡെവലപ്പ് ചെയ്യാം, പക്ഷേ ചിരട്ടയുടെ അകത്ത് ഒന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ലീഫുകൾ സ്പ്ലിറ്റ് ചെയ്ത് വരാതെ ശരിക്ക് വിടർന്ന് വരാതെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തേങ്ങയുടെ പേട് തേങ്ങ ഉണ്ടാവുന്നതും ബോറോണിൻ്റെ കുറവിൻ്റെ ലക്ഷണമാണ്. അതേപോലെ പൂങ്കുലകൾ കരിഞ്ഞു പോകുക, പൂങ്കുലകളിലെ ഒറ്റ മച്ചിങ്ങ പോലും ഇല്ലാതെ മുഴുവൻ കൊഴിഞ്ഞു പോയി പൂങ്കുല കരിഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് ബോറോണിൻ്റെ കുറവിൻ്റെ ലക്ഷണമാണ്. ഇതേപോലെ വാഴകളിലും പലപ്പോഴും നമുക്ക് ബോറോണിൻ്റെ കുറവ് കാണാൻ സാധിക്കും. ഈ ഫ്രൂട്ട്സ് കായകൾ വിണ്ട് കീറിപ്പോകുന്നതൊക്കെ ബോറോണിൻ്റെ കുറവും കൂടെയാണ്. ബോറോണിൻ്റെ കുറവിൻ്റെ കാരണം കൊണ്ടാണ് ഈ പൂവൻ പഴങ്ങളിലും അതിൽ ഞാലിപ്പൂവിലൊക്കെ കായകൾ വിണ്ട് കീറാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാറുള്ളത്. മാംഗനീസ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം മാംഗനീസ് നമ്മുടെ മണ്ണിൽ കുറവില്ല, വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഫോട്ടോസിന്തസിസ് സമയത്ത് ഓക്സിജൻ പുറത്തു വിടുന്ന ഒരു പ്രോസസ്സിനെ സഹായിക്കുന്നതിനാണ് ഈ മാംഗനീസ് കൂടുതലായിട്ട് വേണ്ടത്. അതുപോലെ പല എൻസൈം റിയാക്ഷൻ, ആർജിനേസ്, ഫോസ്ഫോ ട്രാൻസ്ഫറേസ് പോലുള്ള എൻസൈംസിൻ്റെ റിയാക്ഷൻ്റെ സമയത്തൊക്കെ നമുക്ക് മാംഗനീസിൻ്റെ ആവശ്യമുണ്ട്. ഈ ആൽക്കലി സോയിലാണ് പൊതുവെ അതിൻ്റെ കുറവുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാത്തത്. മാംഗനീസ് നമുക്ക് കുറവുണ്ടെങ്കിൽ ഒരു ഹെക്ടർ തെങ്ങിൻ തോപ്പിലേക്ക് 25 കിലോ ആണ് നമുക്ക് മാംഗനീസ് സൾഫേറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷെ പൊതുവെ നമ്മൾ അവിടെ കുറവുണ്ടാവാറില്ല. മാംഗനീസിൻ്റെ കുറവ് ലക്ഷണങ്ങളാണ് ഇങ്ങനെ കാണുന്നത്. ലീഫ് ഒരു കേളി ലീഫായിട്ട് വരുന്നതും അതിനുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് ഇതിനുള്ളത്. സിങ്ക് പലപ്പോഴും നമ്മളുടെ കുറവ് വരാറുണ്ട്. സിങ്ക് എന്ന് പറഞ്ഞ മൂലകം പൊതുവെ സിങ്ക് സൾഫേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പലതരം എൻസൈം റിയാക്ഷന് ഇത് ആവശ്യമാണ്. ഡീഹൈഡ്രോജനേസ്, പെപ്റ്റിഡേസ്, അതുപോലെ കാർബോണിക് അൺഹൈഡ്രേസ്, ആൽഫോ ഡിഹൈഡ്രോജനേസ്, ഗ്ലൂട്ടാമിക് ഡിഹൈഡ്രോജനേസ്, മാലിക് ഡിഹൈഡ്രോജനേസ് പോലുള്ള പലതരം റിയാക്ഷൻസിൻ്റെയും കൂടെ സിങ്ക് നമുക്ക് ആവശ്യമുള്ളതാണ്. പലപ്പോഴും ഒരു കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മൂലകമാണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്കിൻ്റെ കുറവ് നമുക്ക് പലപ്പോഴും കാണാറുള്ളത് ലീഫിൻ്റെ സൈസ് കുറഞ്ഞു പോകും. അതായത് 50% വരെ ലീഫിൻ്റെയും ലീഫ് ലെറ്റ്സിൻ്റെയും, അതായത് മൊത്തം ഓലയുടെയും ഓലയുടെ ഇടയിലുള്ള
പട്ടയുടെയും അതുപോലെ ഓലകളുടെയും സൈസ് 50% പകുതിയോളം കുറഞ്ഞു വരുന്ന ഒരു ലക്ഷണം നമുക്ക് കാണാറുണ്ട്. അതാണ് സിങ്കിന്റെ ലക്ഷണത്തിന്റെ ഒരു കുറവ്. പിന്നെ നമ്മുടെ ഈ ഓലകളൊക്കെ ഉണങ്ങിപ്പോവുക, അതുപോലെ വീതി കുറഞ്ഞു വരിക, നീളം കുറയുക, അതായത് മൊത്തത്തിൽ 50% കുറയാന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ കുറവുണ്ടാവും. അതുപോലെ സിങ്കിന്റെ കുറവ് കാരണം പലപ്പോഴും മച്ചിങ്ങ കൊഴിഞ്ഞു പോകും. ഈ മച്ചിങ്ങ കൊഴിയുന്ന സിങ്കിന്റെയും മറ്റു മൂലകങ്ങളുടെയും കുറവിലുള്ള മച്ചിങ്ങ കൊഴി നമ്മൾ വ്യത്യാസമുണ്ട്. ഫോസ്ഫറസ് കൊണ്ട് ഇതിന്റെ കുറവുകൊണ്ട് മച്ചിങ്ങ കൊഴിയാം, പൊട്ടാസ്യത്തിന്റെ കുറവുകൊണ്ട് മച്ചിങ്ങ കൊഴിയാം, ബോറോന്റെ കുറവുകൊണ്ട് മച്ചിങ്ങ കൊഴിയാം, അതുപോലെ ചില രോഗങ്ങൾ വന്ന മച്ചിങ്ങ കൊഴിയാം. ഇങ്ങനെ പല കാരണം കൊണ്ടുണ്ടാവാം. പക്ഷേ സിങ്കിന്റെ കുറവുള്ള മച്ചിങ്ങ കൊഴിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പല പ്രായത്തിലുള്ള മച്ചിങ്ങകളാണ് കൊഴിയാം. അതായത് ചെറിയ മച്ചിങ്ങ കൊഴി, കുറച്ച് പ്രായം കൂടുമ്പോൾ വലുത് കൊഴി, കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ കുറയും. ഇങ്ങനെ പല പ്രായത്തിലുള്ള കൊഴിയാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൊത്തം ചെടികളുടെ സൈസ് 50% കുറയുന്നത് പോലെ തന്നെ ഈ പൂങ്കുലയുടെ സൈസ് നമുക്ക് 50% പോലും ചെറിയ കുറവ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന മച്ചിങ്ങുകൾ വളരെ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മച്ചിങ്ങുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്പം വളരുമ്പോൾ ഇവർക്ക് അവിടെ ഈ മച്ചിങ്ങൾക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ഒന്നിനെ തെറിപ്പിക്കുകയും ചെയ്യും. അതാണ് ഒരു പ്രായത്തിൽ മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നത്. പിന്നീട് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ആ ഒരു തിക്ക് തിരക്ക് വരും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് രണ്ട് മച്ചിങ്ങ കൂടെ വീണ്ടും വീഴും. അങ്ങനെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജ് കഴിയുമ്പോഴും അവർക്ക് ആ ഒരു പൂങ്കുലയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് പല പ്രായത്തിലുള്ള മച്ചിങ്ങ കൊഴിഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ സിങ്കിന്റെ കുറവ് കാണിക്കുന്ന സ്ഥലങ്ങളിൽ പൊതുവെ നമ്മളവിടെ കുറവ് ഉണ്ടാവാറുണ്ട്, പല സ്ഥലങ്ങളും കുറവ് ഉണ്ടാവാറുണ്ട്. അവിടെ സിങ്ക് സൾഫേറ്റ് കൊടുക്കാം. ഒരു ഹെക്ടർ തെങ്ങിൻ തോപ്പിലേക്ക് ആകെ 25 കിലോ സിങ്ക് സൾഫേറ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സിങ്കിന് കുറവ് കൊണ്ടുള്ള ലക്ഷണത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ താഴെ ബട്ടൺ ഷെഡിങ് കാണാം, അതായത് എന്താ പറയുക, മച്ചിങ്ങ കൊഴിഞ്ഞു പോയത് കാണാം. ആ മച്ചിങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ മച്ചിങ്ങകളുണ്ട്, വലിയ മച്ചിങ്ങകളുണ്ട്, പല സൈസിലുള്ള അല്ലെങ്കിൽ പല പ്രായത്തിലുള്ള മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നത് കാണാം. ഈ ഒന്നാമത്തെ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ഇലകളുടെ സൈസ് മൊത്തത്തിൽ ചെറുതായി പോയത് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരു 50% വെച്ച് ഇലകളുടെ സൈസ് കുറയും. പൂങ്കുലകൾ അല്ലെങ്കിൽ തേങ്ങക്കൊലകളിൽ 2 or 3 തേങ്ങ മാത്രം നിലനിന്ന് ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മോളിബിഡനം എന്ന് പറയുന്നൊരു മൂലകം കൂടെ നമ്മളിവിടെ പലപ്പോഴും കുറവ് വരാറുണ്ട്. പലപ്പോഴും നമുക്ക് നൈട്രജൻ സൈക്കിൾ, അതായത് ചെടികളുടെ നൈട്രജൻ വലിച്ചെടുക്കുന്ന സാഹചര്യങ്ങളിൽ വലിച്ചെടുക്കേണ്ട ആ ഒരു പ്രോസസ്സിൽ കൂടെ വേണ്ട ഒരു എലമെൻ്റാണ് ഈ മോളിബിഡനം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നൈട്രജൻ്റെ കുറവ് വരും, അല്ല മോളിബിഡനത്തിൻ്റെ കുറവ് വരുമ്പോൾ പലപ്പോഴും ചെടികൾ നൈട്രജൻ്റെ കുറവ് കൂടെ കാണിക്കാറുണ്ട്. നൈട്രജൻ കുറവല്ലെങ്കിലും മോളിബിഡനത്തിൻ്റെ കുറവ് നൈട്രജൻ്റെ കുറവായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മോളിബിഡനം പൊതുവെ നൈട്രജൻ സൈക്കിളിൻ്റെ കൂടെ ആവശ്യമുള്ളതാണ്. ഇത് പൊതുവെ ഇതിൻ്റെ കുറവിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകളുടെ അരികു ഭാഗങ്ങൾ കരിഞ്ഞു പോകുക എന്നുള്ളതാണ്. അത് പൊട്ടാഷ്യൻ്റെ കുറവ് പോലെ തോന്നിപ്പിക്കുമെങ്കിലും പൊട്ടാഷ്യൻ്റെ കുറവ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ മഞ്ഞ നിറവും പച്ച നിറവും നമുക്ക് വളരെ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മോളിബിഡനത്തിൽ അങ്ങനെയല്ല, നമുക്കത് കരിച്ചിലായിട്ട് തന്നെയാണ്, മഞ്ഞ പച്ച നിറമല്ല, കരിഞ്ഞു പോകുക തന്നെയാണ് ചെയ്യുക. അതുപോലെ ഇലകളുടെ വീതി വളരെ കുറവായിരിക്കും. അതുപോലെ ഇലകൾ വളരെ ചേർന്ന് വരികയും ഒരു റോസറ്റി അപ്പിയറൻസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ വിപ്ടെയിൽ എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു മാറ്റം ചെടികൾക്ക് ഉണ്ടാവാം. ഇതിന് നമുക്ക് സാധാരണ സോഡിയം മോളിബ്ഡേറ്റ് നമ്മൾ റൂട്ട് ഫീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു വളങ്ങളുടെ കൂടെ ചേർത്തോ സോഡിയം മോളിബ്ഡേറ്റ് നമുക്ക് കൊടുക്കാറുണ്ട്. തെങ്ങിനൊക്കെ വളരെ കുറച്ച് മോളിബിഡിനാണ് ആവശ്യം വരുള്ളൂ. 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെയൊക്കെ മോളിബിഡിനെ നമുക്ക് സോഡിയം മോളിബ്ഡേറ്റ് ആണ് നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ളത്. പൊതുവെ നമ്മളവിടെ കുറവ് ഉണ്ടാവാറില്ല, എന്നാൽ കുറവുള്ള സ്ഥലങ്ങൾ നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഒരു മോളിബിഡനത്തിൻ്റെ കുറവ്. നമുക്ക് പ്രധാനമായിട്ട് നോക്കി കാണുന്നത് ഓലകളുടെ വീതി വളരെ കുറവായിരിക്കും, വളരെ സ്ലെൻഡർ ആയിട്ടുള്ള ഇലകളായിരിക്കും ഉണ്ടാവുക. പ്രധാനമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാവുന്ന ലക്ഷണം അങ്ങനെയാണ്. പിന്നെ ഓലകളുടെ അരികെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണം കാണുമ്പോൾ തെങ്ങ് മൊത്തത്തിൽ നോക്കിയാൽ തന്നെ ഒട്ടും വളരെ ക്ഷീണിച്ചു പോയ ഒരു തെങ്ങിൻ്റെ അവസ്ഥയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് കണ്ടാൽ തന്നെ മോളിബിഡനത്തിൻ്റെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ ലക്ഷണങ്ങളും
ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് വിത്തൗട്ട് ഡെഡ് സ്പോട്ട്, അത് ഇലകളുടെ ഓൾഡർ ലീഫ് ലക്ഷണങ്ങൾ കാണിക്കുന്നതും എന്നാൽ അതിൽ കരിഞ്ഞ പോലത്തെ പാടുകൾ ഇല്ലാത്തതുമായ ലക്ഷണം കാണിക്കുന്നതാണ് നൈട്രജൻ, ഫോസ്ഫറസ്, മാഗ്നീഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഓർഡർ ലീഫിൽ കാണിക്കുകയും എന്നാൽ അതിൽ കരിഞ്ഞ ഭാഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പൊട്ടാസ്യം, മോളിബ്ഡിനം എന്ന് പറയുന്നത്. പൊട്ടാസ്യത്തിന്റെ കുറവിലും ആ യെല്ലോ കളർ വന്നതിന് ശേഷം പിന്നീട് കരിഞ്ഞു പോകും. മോളിബ്ഡിനത്തിലാണെങ്കിൽ യെല്ലോ കളർ വരാതെ തന്നെ ഇലകളുടെ കരിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇനി ന്യൂ ലീവ്സിൽ കാണിക്കുന്ന ലക്ഷണങ്ങളിൽ വെയിൻസ്, അതായത് ഞരമ്പുകൾ പച്ചയായിട്ട് ഇരുന്നുകൊണ്ട് മറ്റു ഭാഗങ്ങൾ മഞ്ഞയാവുന്ന ലക്ഷണം കാണിക്കുന്നതാണ് ഇരുമ്പും മാംഗനീസ്. ഇരുമ്പിന്റെ മാംഗനീസ് ലക്ഷണം ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം നമ്മളത് കുറവുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. വെയിൻസ് പച്ചയല്ലാതെ വെയിൻ ക്ലിയറിംഗ് എന്ന് പറയും, അതായത് വെയിൻസും കൂടെ മഞ്ഞയായിട്ട് മാറുന്ന ലക്ഷണം കാണിക്കുന്നതാണ് സൾഫർ, അതുപോലെ കോപ്പറിന്റെ കുറവുണ്ടാകുമ്പോൾ. ഏറ്റവും അഗ്രഭാഗത്ത് കുറവിന്റെ ലക്ഷണം കാണിക്കുന്നതാണ് കാൽഷ്യം, ബോറോൺ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചെടികൾ ഒട്ടും തന്നെ സഞ്ചരിക്കാത്ത മൂലകമായതുകൊണ്ട് അത് ഏറ്റവും അഗ്രഭാഗത്താണ് കാണിക്കുക. സിങ്കിന്റെ കുറവ്, ചെടികൾ ചെറുതായിട്ട് സഞ്ചരിക്കുന്നുള്ളതുകൊണ്ട് മിക്കവാറും ഒരു മിഡിൽ ലീഫിലാണ് കാണിക്കാറുള്ളത്. അതായത് ബോത്ത് ഓൾഡ് ലീവ്സിലും ന്യൂ ലീവ്സിലും കൂടെ ചേരുന്ന ഭാഗങ്ങൾ, ഏകദേശം മിഡിൽ ലീഫിലായിട്ടാണ് സിങ്കിന്റെ കുറവ് നമുക്ക് പലപ്പോഴും കാണാറുള്ളത്. ഇനി നമുക്ക് തെങ്ങിന്റെ വളപ്രയോഗം ഒറ്റയടിക്ക് പറഞ്ഞിട്ട് പോവാം. ഞാൻ തെങ്ങിന്റെ വളപ്രയോഗം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതുവരെ പറഞ്ഞില്ല. ഞാൻ നേരത്തെ തടം തുറക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു. അതായത് തെങ്ങിന്ന് 1.5 മീറ്ററോ അല്ലെങ്കിൽ 1.8 മീറ്ററോ കഴിഞ്ഞ് ഒരടി വീതിയിൽ 20 സെന്റിമീറ്റർ ആഴത്തിൽ ഒരു ചാല് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അവിടെയാണ് വളം പ്രയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചപ്പ് അഥവാ തോല് ഇടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വീതി 2 അടിയായിട്ട് കൂട്ടാം. ഇത് കൂട്ടുമ്പോൾ പുറത്തേക്കാണ് കൂട്ടേണ്ടത്, തെങ്ങിൻ്റെ ഉള്ളിലേക്കല്ല, തടത്തിൻ്റെ ഉള്ളിലേക്കല്ല വീതി കൂട്ടേണ്ടത്, പുറത്തേക്കാണ് വീതി കൂട്ടേണ്ടത്. ഇങ്ങനെ തടം തുറന്നതിന് ശേഷം നമുക്കതിൽ ആദ്യം പ്രയോഗിക്കേണ്ടത് ഡോളോമൈറ്റോ അല്ലെങ്കിൽ ഇത്ത് അഥവാ കുമ്മായമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ കുമ്മായം നമ്മൾ ആ ചാലിൽ ചേർത്ത് ആ ചാലിലെ മണ്ണുമായിട്ട് നന്നായിട്ട് കൊത്തിയിളക്കി ചേർക്കണം. അതിനുശേഷം നമുക്ക് നല്ലൊരു മഴ പെയ്യുകയോ അല്ലെങ്കിൽ നനച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മണ്ണിൽ ഈർപ്പമുള്ള അവസ്ഥയോ ആണെങ്കിൽ നമുക്ക് 14 ദിവസത്തിന് ശേഷം നമുക്ക് മറ്റു വളങ്ങൾ ചേർക്കാം. മറ്റു വളങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ജൈവവളമുണ്ട്, രാസവളമുണ്ട്. രാസവളം അല്ലെങ്കിൽ ജൈവവളം നമുക്ക് 2 രീതിയിലുള്ള ജൈവവളങ്ങളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ചപ്പ് അഥവാ തോല് എന്ന് പറയുന്നത്, ഇത് അഴുകിയിട്ടില്ലാത്ത ജൈവവളമാണ്. ഇത്തരം വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇട്ടുകൊടുത്ത് ഒരു 10 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് അഴുകിയ ജൈവവളങ്ങൾ കൂട്ടത്തിൽ ചേർക്കേണ്ടത്. ഉദാഹരണത്തിന് ഉണക്കിപ്പൊടിച്ച ചാണകം, അതായത് ജീവികളുടെ കാഷ്ടം ഉണക്കിയത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോഴിക്കാഷ്ടമാണെങ്കിലും പശുവിൻ്റെ ചാണകമാണെങ്കിലും അതുപോലെ അല്ലെങ്കിൽ ആട്ടും കാഷ്ടം പൊടിച്ചതാണെങ്കിലും ഒക്കെ നമുക്ക് ആ സമയത്ത് ചേർക്കാം. അതായത് 10 ദിവസം കഴിഞ്ഞ്, അതായത് അഴുകിയിട്ടില്ലാത്ത ജൈവവളം ചേർത്ത് 10 ദിവസം കഴിഞ്ഞ് നമുക്ക് ചേർക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് 1-ാം ഗഡു രാസവളവും ചേർക്കാം. 1-ാം ഗഡു രാസവളം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന രാസവളത്തിൻ്റെ 1/3 ഭാഗമാണ് ഈ സമയത്ത് ചേർക്കേണ്ടത്. അത് 1/3 ഭാഗം നമുക്ക് തുലാവർഷ സമയത്താണ് ചേർക്കേണ്ടത്. ഇപ്പൊ പറയുന്നത് ഇടവപ്പാതി സമയത്തിന് മുന്നേ, അതായത് മെയ് ജൂൺ സമയത്താണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ വളപ്രയോഗം നടത്തുന്നത്. മറ്റേത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ്. ഈ 2 സമയത്തായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒറ്റ പ്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം രാസവളം ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇട്ട് കൊടുക്കാം. 2ാമത്തെ പ്രാവശ്യത്തിലേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പ്രാവശ്യം തന്നെ ആ മൊത്തം രാസവളം നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് വളങ്ങൾ മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് കൊടുക്കാൻ മറ്റു പല വളങ്ങളും ഉണ്ട്. ഇപ്പോൾ മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാനുണ്ടാവാം. ഡോളോമൈറ്റ് ആണ് ഇത്രന് പകരം അല്ലെങ്കിൽ ചുണ്ണാമ്പിന് പകരം ഉപയോഗിച്ചതുണ്ടെങ്കിൽ മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, മാഗ്നീഷ്യം സൾഫേറ്റ് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ബോറാക്സ് കൊടുക്കാനുണ്ട്, ചില ആളുകൾക്ക് സിങ്ക് സൾഫേറ്റ് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഈ സാഹചര്യങ്ങളിലല്ലാതെ മറ്റൊരു സമയത്താണ് ഇത്തരം വളങ്ങൾ കൊടുക്കേണ്ടത്. മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലും സെക്കൻഡറി ന്യൂട്രിയൻസ് ആണെങ്കിലും മഗ്നീഷ്യം ആണെങ്കിലും ബോറോൺ ആണെങ്കിലും സിങ്ക് ആണെങ്കിലും ഈ വളപ്രയോഗം കഴിഞ്ഞ് നമുക്ക് 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് മറ്റു വളങ്ങൾ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും ബോറോൺ വളങ്ങൾ, കാരണം ഫോസ്ഫറസ് വളങ്ങൾ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ കൂടെ ബോറോൺ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിന് യാതൊരു എഫക്റ്റും കിട്ടില്ല. അതുകൊണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞാൽ നമുക്ക് ബോറോൺ കൊടുക്കുന്നതിലും കുഴപ്പമില്ല. കാരണം തെങ്ങായതുകൊണ്ട്
നമുക്കൊരു വർഷം കൊണ്ട് തീർന്നു പോകുന്ന വിളയല്ല. പിന്നീടും ആ വിള ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് മറ്റു വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ബോറോണിൻ്റെയും മാഗ്നീഷ്യസ് സൾഫേറ്റിൻ്റെയും സിങ്ക് സൾഫേറ്റിൻ്റെയൊക്കെ അളവുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തളിൻ്റെ അല്ലെങ്കിൽ ചുണ്ണാമ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മണ്ണിൻ്റെ pH നോക്കിയതിന് ശേഷം മാത്രമാണ് അത് എത്ര വേണം നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. എന്നാലും പൊതുവേ 1 കിലോ മുതൽ 2 കിലോ വരെയൊക്കെ നമുക്ക് ചുണ്ണാമ്പ് ഇട്ട് കൊടുക്കാം. ചുണ്ണാമ്പ് കൂടിപ്പോകുന്നതും നല്ലതല്ല, ആവശ്യത്തിന് കിട്ടാതിരിക്കുന്നതും നല്ലതല്ല. അതുകൊണ്ട് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് നമുക്ക് അളവ് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നമുക്ക് 1 കിലോ ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേറെ കൂട്ടണോ വേണ്ടേ എന്നുള്ളത് മണ്ണ് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനി നൈട്രജൻ വളങ്ങളും ഫോസ്ഫറസ് വളങ്ങളും പൊട്ടാഷ് വളങ്ങളും എത്രത്തോളം ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഓരോ സാഹചര്യത്തിലുള്ളത് ഞാൻ പ്രത്യേകം പറയാം. ഇത് നമുക്കൊരു ശരാശരി പരിചരണമുള്ള നാടൻ തെങ്ങ് എന്ന് പറഞ്ഞാൽ കുറ്റിയാടി തെങ്ങ് അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റോൾ, വെസ്റ്റ് കോസ്റ്റോൾ പോലുള്ള വിഭാഗത്തിൽപ്പെടുന്ന തെങ്ങിനെയാണ് നമ്മൾ ശരാശരി പരിചരണമുള്ള എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രത്യേകിച്ച് നനയൊന്നും കൊടുക്കാതെ റെയിൻഫെഡ്, അതായത് മഴയെ മാത്രം ആശ്രയിച്ച് തെങ്ങ് വളർത്തുന്ന ആളുകൾക്കുള്ള ഒരു വളപ്രയോഗ രീതിയാണ് ഇത് 1-ാം വർഷം, 2-ാം വർഷം, അതുപോലെ 3-ാം വർഷം മുതൽ അങ്ങോട്ടുള്ളതുമാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ജൈവവളം 1-ാം വർഷം 10 കിലോ, 2-ാം വർഷം 15 കിലോ, 3-ാം വർഷം മുതൽ 25 കിലോ വീതമാണ് ജൈവവളം കൊടുക്കുന്നത്. ജൈവവളം എന്ന് പറഞ്ഞാൽ എന്തും ആവാം. തോല്, അതായത് അഴുകാത്ത വളങ്ങൾ, അഴുകിയ വളങ്ങൾ, കൗടങ്ങ്, അതുപോലെ കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം പോലുള്ള, പിന്നെ വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് പോലുള്ളതൊക്കെ നമുക്ക് ഈ ജൈവവളം എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം. രാസവളങ്ങൾ നമുക്ക് കൊടുക്കുന്നുണ്ട്. 1 വർഷം പ്രായമുള്ളപ്പോൾ 246 ഗ്രാമാണ് ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു തെങ്ങിന് ആവശ്യമുള്ളത്. റോക്ക് ഫോസ്ഫേറ്റ്, അത് രാജഫോസ് ആവാം, മസൂരി ഫോസ് ആവാം, അൾട്രാഫോസ് ആവാം, റോക്ക് ഫോസ് ആവാം, അല്ലെങ്കിൽ ഫാക്ടംബോസും ആവാം. ഫാക്ടംബോസ് ആവുമ്പോൾ നമുക്ക് യൂറിയയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. കാരണം ഫാക്ടംബോസിൽ നൈട്രജനും കൂടെ ഉള്ളതുകൊണ്ട്. റോക്ക് ഫോസ്ഫേറ്റ് ഇടുകയാണെങ്കിൽ 315 ഗ്രാമാണ് ഒരു ചെടിക്ക് ആവശ്യമുള്ളത്. പൊട്ടാഷ് നമ്മൾ MOP ആയിട്ട് ഇടുമ്പോൾ 378 ഗ്രാമാണ്. 2-ാം വർഷം ഇത് യഥാക്രമം 492 ഗ്രാം, 629 ഗ്രാം, 757 ഗ്രാം. 3-ാം വർഷം മുതൽ ഇത് 738 ഗ്രാം, 944 ഗ്രാം, 1135 ഗ്രാം എന്ന രീതിയിലേക്ക് അത് മാറും. ഇനി നമുക്ക് നല്ല പരിചരണമുള്ള നാടൻ തെങ്ങാണെങ്കിൽ, അതായത് നന്നായിട്ട് നനയൊക്കെ കൊടുത്ത് ഇറിഗേറ്റഡ് ക്രോപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇറിഗേറ്റഡ് ക്രോപ്പ് ആകുമ്പോൾ പൊതുവേ ചെടികൾക്ക് ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ രാസവളം ഉപയോഗിച്ച് അല്ലെങ്കിൽ വളം ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള ചെടികളുടെ ശേഷി കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നല്ല പരിചരണമുള്ള തെങ്ങിന് അല്പം വളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇത് ജൈവവളത്തിൻ്റെ അളവ് മറ്റു വളങ്ങളെ പോലെ തന്നെയാണ്. ഇത് ഏറ്റവും ചുരുങ്ങിയത് കിട്ടേണ്ട ജൈവവളമാണ് പറയുന്നത്. ഇതിലേറെ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടമല്ല. അതേപോലത്തെ ജൈവവളത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് സൂഡോമോണാസും ട്രൈക്കോഡെർമയും കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും കൂടെ രാസവളം കൊടുക്കാൻ ഒരു അല്പം കൂടെ ഡിലേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൂഡോമോണാസും ട്രൈക്കോഡെർമയും 200 ഗ്രാം വീതം ചേർത്ത് കൂടെ 5 കിലോ വേപ്പ് പിണ്ണാക്കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ പലതരം അസുഖങ്ങളും, ചെന്നീരൊലിപ്പ് രോഗം, ഗാനോഡെർമ വാട്ടം, ഇങ്ങനെയുള്ള പല രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൂടെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ രാസവളം കൊടുക്കുന്നതിന് അല്പം ഗ്യാപ്പ് നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. രാസവളം ഇട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മണ്ണിട്ട് മൂടണം. രാസവളം ഇട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മണ്ണിട്ട് മൂടണം. കാരണം പ്രത്യേകിച്ച് നൈട്രജൻ വളങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആദ്യം അമോണിയ ആയിട്ട് മാറുകയും പിന്നീട് നൈട്രേറ്റ് ആയിട്ട് മാറുകയും ചെടി വലിച്ചെടുക്കുകയാണ് ചെയ്യാം. അമോണിയ രീതിയിൽ തന്നെ പല ചെടികൾക്കും വലിച്ചെടുക്കാം. നൈട്രേറ്റ് ആയിട്ട് മാറിയാലും അത്തരം ചെടികൾക്കും മറ്റു ചെടികൾക്കും വലിച്ചെടുക്കാം. ഈ അമോണിയ ആയിട്ട് മാറുമ്പോൾ ഇത് ഗ്യാസാണ്, വാതകമാണ്. അത് അന്തരീക്ഷത്തിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈർപ്പമുള്ള മണ്ണ് അതിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഈ അമോണിയ ആ മണ്ണിൽ ലയിച്ചു ചേരുകയും ചെടികൾക്ക് അത് കിട്ടുന്ന അവസ്ഥയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് രാസവളം ഇട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മണ്ണിട്ട് മൂടണം. അപ്പോൾ നല്ല പരിചരണമുള്ള തെങ്ങിന് യൂറിയ 1-ാം വർഷം 362, രാജഫോസ് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് 592, പൊട്ടാഷ് 668 ഗ്രാം. ഇത് 2-ാം വർഷം 723, 1184, 1336 എന്ന രീതിയിലേക്ക് മാറും. 3-ാം വർഷം മുതൽ 1085 ഗ്രാം യൂറിയ, 1776 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 2004 ഗ്രാം പൊട്ടാഷ് എന്ന രീതിയിൽ ആണ് നല്ല പരിചരണമുള്ള നാടൻ തെങ്ങിന് വളം പ്രയോഗിക്കേണ്ടത്.
ഇനി ശരാശരി പരിചരണമുള്ള അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിന് നല്ല പരിചരണമുള്ള നാടൻ തെങ്ങിന് കൊടുത്ത അതേ രാസവളം തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് ശരാശരി പരിചരണമുള്ള അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്. അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് വിഭാഗങ്ങൾ ടി വിഭാഗത്തിൽപ്പെട്ട തെങ്ങുകൾ, അതായത് അത്യുൽപാദന ശേഷിയുള്ള തെങ്ങുകൾക്ക് കുറച്ചുകൂടെ കൂടുതൽ രാസവളം ഉപയോഗിച്ച് ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള കഴിവുള്ളത് കൊണ്ട് അവർക്ക് അല്പം രാസവളത്തിൻ്റെ അളവ് കൂടുതലായിട്ടാണ് കൊടുക്കേണ്ടത്. നല്ല പരിചരണമുള്ള അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെട്ട തെങ്ങുകൾ തന്നെ അവർക്ക് പരിചരണം ഒന്നും കൂടെ കൂടുതലുള്ള തെങ്ങുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഒന്നാം വർഷം യൂറിയ 723 ഗ്രാം, റോക്ക് ഫോസ്ഫേറ്റ് 925 ഗ്രാം, പൊട്ടാഷ് 1113 ഗ്രാം. രണ്ടാം വർഷം യൂറിയ 1447 ഗ്രാം, റോക്ക് ഫോസ്ഫേറ്റ് 1855 ഗ്രാം, പൊട്ടാഷ് 2226 ഗ്രാം. മൂന്നാം വർഷം മുതൽ യൂറിയ 2170 ഗ്രാം, റോക്ക് ഫോസ്ഫേറ്റ് 2775 ഗ്രാം, പൊട്ടാഷ് 3340 ഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൊത്തം രാസവളത്തിൻ്റെ അളവ് ഏകദേശം 8 കിലോയുടെ അടുത്ത് വരുന്നുണ്ട്. മൂന്നാം വർഷം മുതൽ ഒരു അത്യുൽപാദന ശേഷിയുള്ള നല്ല പരിചരണമുള്ള തെങ്ങ് എന്ന് പറയും. ഈ നല്ല പരിചരണമുള്ള തെങ്ങ് എന്ന് പറയുന്നത് നനച്ച് കൃഷി ചെയ്യുന്ന തെങ്ങുകളാണ്. അപ്പോൾ കഴിയുന്നതും ഒറ്റ പ്രാവശ്യം വളം കൊടുക്കുന്നത് ഒഴിവാക്കി പരമാവധി സ്പ്ലിറ്റുകളാക്കുന്നതാണ് നല്ലത്. നനയുള്ള തെങ്ങായതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും വളം പ്രയോഗിക്കാം. വേനൽക്കാലത്ത് വളം പ്രയോഗിക്കാം, വർഷക്കാലത്തൊക്കെ വളം പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ വളം എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ട് കൊടുത്താൽ തെങ്ങിന് ആവശ്യമുള്ള സമയത്ത് കിട്ടാത്തൊരവസ്ഥയും, കാരണം എല്ലാം കൂടെ ഒറ്റയടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല പ്രത്യേകിച്ച് നൈട്രജൻ വളങ്ങളൊന്നും കൂടുതൽ കാലം മണ്ണിൽ നിലനിൽക്കുകയില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, പല രീതിയിൽ നഷ്ടപ്പെട്ടു പോകും. അമോണിഫിക്കേഷൻ ലോസ്, അതായത് അമോണിയ വോളട്ടിലൈസേഷൻ ലോസ് എന്ന് പറയും, ലീച്ചിങ് ലോസ്, റണ്ണിങ് ഓഫ് ലോസ്, നൈട്രജൻ ഗ്യാസ് നൈട്രിഫിക്കേഷൻ ലോസ്, ഇങ്ങനെ പല രീതിയിലും ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കൂടാതെ മറ്റു ചെടികൾ, കളച്ചെടികൾ കൂടുതലായിട്ട് വലിച്ചെടുത്തും നമുക്ക് നഷ്ടം സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നൈട്രജൻ വളങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഇട്ടുകൊടുത്ത് അധികകാലം മണ്ണിൽ അത് ഉണ്ടാവില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ചെടികൾക്ക് അത്യാവശ്യമുള്ള സമയത്തേക്ക് നൈട്രജൻ്റെ ലഭ്യത അല്ലെങ്കിൽ വളങ്ങളുടെ ലഭ്യത ഇല്ലാതെ വരും. അതുകൊണ്ട് പരമാവധി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എത്ര തവണകളായിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും തവണകളായിട്ട് കൊടുക്കാം. പ്രത്യേകിച്ചും ഇത്രയും വളം ഒന്നിച്ച് തെങ്ങിൻ്റെ ചോട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന റൂട്ട് ഡാമേജ്, വേരുകളുടെ കേടുപാടുകൾ ഒഴിവാക്കാനും നമുക്ക് പല സ്പ്ലിറ്റായിട്ട് കൊടുക്കുന്നതുകൊണ്ട് സാധിക്കും. അപ്പം അങ്ങനെ കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പൊതുവെ ഇത്രയാണ് നമ്മുടെ ഒരു വളപ്രയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇതിൽ പിന്നീട് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ എനിക്ക് നേരിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെടാം. ബന്ധപ്പെട്ട നമ്പർ ഞാനിതിൽ ചേർക്കാം. ഞാനത് പറയാൻ വിട്ടുപോയതാണ്, ചേർക്കാൻ വിട്ടുപോയതാണ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സംശയങ്ങളുള്ളത് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്